ओम हरि ओम हरि ओम। शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां विषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यतोऽन्वयादितरतश्चार्थेष्वभिज्ञस्वराट् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः। तेजो वारिमृदां यदा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि। धर्मप्रोज्झितकैतवोऽत्र परमो निर्मत्सराणां सताम् वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनम्। श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तल्क्षणात्। निगमकल्पतरोर्गणितं फलं सुगमुखादमृतद्रवसंयुतं पिबत भागवतं रसमालयम्। मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैपायनो विरहकातर आजुहाव। पुत्रेदि तन्मयतया तरवोऽभिनेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितितीर्षदां तमोन्दं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनाम्। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः। देवाय तस्मै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। भूतैर्महद्भिर्य इमा पुरो विभुः निर्माय शेते यदमूषु पूरुषः। भुङ्क्ते गुणान् षोडश षोडशात्मकः सोऽलङ्कृषीष्ट भगवान् वजांसि मे। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं
രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവതം ചതുർത്ഥ സ്കന്ധം 2-ാം അധ്യായം ദക്ഷയാഗം കഥ ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ. 2-ാം അധ്യായത്തിലാണ് ആദ്യത്തെ ഭാഗം. ദക്ഷനും ഭഗവാനും തമ്മിൽ, മഹാദേവനും തമ്മിൽ ശത്രുതയുണ്ടാവാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് വിതുരൻ ചോദിച്ചതിന് മറുപടിയായിട്ട് ആ കഥ മൈത്രേയ മഹർഷി പറയുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ച ഇന്നും കാണാം. അപ്പോൾ ദക്ഷനും ഭഗവാനും തമ്മിലുള്ള ആ ഒരു ദ്വേഷത്തിൻ്റെ കാരണം നമുക്ക് 2-ാം അധ്യായം വായിക്കാം, എന്നിട്ട് നോക്കാം. ഇന്നലെ 20 ശ്ലോകം വരെ പറഞ്ഞു. 35 ശ്ലോകങ്ങളാണ് ആകെ ഉള്ളത്. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ 2-യോऽധ്യായഃ. വിദുര ഉവാച. ഭവേ ശീലവതാം ശ്രേഷ്ഠേ ദക്ഷോ ദുഹിതൃവത്സലഃ വിദ്വേഷമകരോത് കസ്മാത് അനാദൃത്യാത്മജാം സതി. കസ്തം ചരാചരഗുരും നിർവൈരം ശാന്തവിഗ്രഹം ആത്മാരാമം കഥം ദ്വേഷ്ടി ജഗതോ ദൈവതം മഹത്. ഏതദാഖ്യാഹി മേ ബ്രഹ്മൻ ജാമാതുഃ ശ്വശുരസ്യ ച വിദ്വേഷസ്തു യതഃ പ്രാണാൻ തത്യജേ ദുസ്ത്യജാൻ സതി. മൈത്രേയ ഉവാച. പുരാ വിശ്വസൃജാം സത്രേ സമേതാ പരമർഷയഃ തദാമരഗണാ സർവേ സാനുഗാ മുനയോഗ്നയഃ. തത്ര പ്രവിഷ്ടം ഋഷയോ ദൃഷ്ട്വാർക്കമിവ രോജിഷാ വ്രാജമാനം വിതിമിരം കുർവന്തം തന്മഹൽസദഃ. ഉദതിഷ്ഠൻ സദസ്യാസ്തേ സ്വദിഷ്ണ്യേഭ്യഃ സഹാഗ്നയഃ ഋതേ വിരിഞ്ചം ശർവം ച തദ്ഭാസാക്ഷിപ്തചേതസഃ. സദസസ്പതിഭിർദക്ഷോ ഭഗവാൻ സാധു സൽകൃതഃ അജം ലോകഗുരും നത്വാ നിശസാദ തദാജ്ഞയാ. പ്രാങ്നിഷണ്ണം മൃഡം ദൃഷ്ട്വാ നാമൃഷ്യത്തദാനാദൃതഃ ഉവാച വാമം ചക്ഷുർഭ്യാമഭിവീക്ഷ്യ ദഹന്നിവ. ശ്രൂയതാം ബ്രഹ്മർഷയോ മേ സഹ ദേവാ സഹാഗ്നയഃ സാധൂനാം ബ്രുവതോ വൃത്തം നാജ്ഞാനാത് ന ച മത്സരാത്. അയം തു ലോകപാലാനാം യശോഘ്നോ നിരപത്രഭഃ സദ്വിരാചരിതഃ പന്ഥാ യേന സ്തബ്ധേന ദൂഷിതഃ. ഏഷ മേ ശിഷ്യതാം പ്രാപ്തോ യന്മേ ദുഹിതുരഗ്രഹീത പാണിം വിപ്രാഗ്നിമുഖതഃ സാവിത്ര്യാ ഇവ സാധുവത് ഗൃഹീത്വാ മൃഗശാപാക്ഷ്യാഃ പാണിം മർക്കടലോചനഃ പ്രത്യുത്ഥാന അഭിവാദാർഹേ വാചാപ്യകൃതനോചിതം. ലുപ്തക്രിയായ അശുചയേ മാനിനെ ഭിന്നസേതവേ അനിച്ഛന്നപ്യതാം ബാലാം ശൂദ്രായേ വോശതീം ഗിരം. പ്രേതാവാസേഷു ഘോരേഷു പ്രേതൈർഭൂതഗണൈർവൃതഃ അടത്യുന്മത്തവത് നഗ്നോ വ്യുപ്തകേശോ ഹസൻ രുദൻ.
ചിതാഭസ്മകൃതസ്നാനഃ പ്രേതസ്രംസ്തിഭൂഷണഃ ശിവാപദേശോ ഹ്യശിവോ മത്തോ മത്തജനപ്രിയഃ പതിഃ പ്രമദഭൂതാനാം തമോ മാത്രാത്മകാത്മനാം തസ്മാ ഉന്മാദനാദായ നഷ്ടശൗചായ ദുർഹൃതേ ദത്താപദമയാ സാധ്വി ചോദിതേ പരമേഷ്ഠിനാ. മൈത്രേയ ഉവാച വിനിന്ദ്യൈവം സഗിരിശം അപ്രദീപം അവസ്ഥിതം ദക്ഷോതാപ ഉപസ്പൃശ്യ ക്രുദ്ധശബ്ദം പ്രചക്രമേ. അയം തു ദേവയജനേ ഇന്ദ്രോപേന്ദ്രാദിഭിർഭവഃ സഹ ഭാഗം ന ലഭതാം ദേവൈർദേവഗണാദമഃ. നിഷിദ്യമാനഃ സദസ്യ മുഖ്യൈഃ ദക്ഷോ ഗിരിദ്രായ വിസൃജ്യ ശാപം. തസ്മാദ് വിനിഷ്ക്രമ്യ വിവൃദ്ധമന്യുഃ ജഗാമ കൗരവ്യ നിജം നികേതനം. വിജ്ഞായ ശാപം ഗിരിശാനുഗഗ്രണീഃ നന്ദീശ്വരോ രോഷകഷായ ദൂഷിതഃ. ദക്ഷായ ശാപം വിസസർജ ദാരുണം യേ ചാന്വമോദൻ തദവാച്യതാം ദ്വിജാഃ. യേതന്മർത്യമുദ്ദിശ്യ ഭഗവത്യപ്രതിദ്രുഹി ദ്രുഹ്യത്യജ്ഞഃ പൃഥഗ് ദൃഷ്ടിഃ തത്വതോ വിമുഖോ ഭവേത്. ഗൃഹേഷു കൂടധർമ്മേഷു സക്തോ ഗ്രാമ്യസുഖേച്ഛയ കർമ്മതന്ത്രം വിതനുതേ വേദവാദ വിപന്നധീഃ. ബുദ്ധ്യാ പരാവിദ്യായിന്യ വിസ്മൃതാത്മഗതിഃ പശുഃ സ്ത്രീകാമസ്വോസ്തു അതിതരാം ദക്ഷോ ബസ്തമുഖോ അജിരാത്. വിദ്യാബുദ്ധിരവിദ്യായാം കർമ്മമയ്യാം അസൗ ജഡഃ സംസരൻ ദ്വിഹയേ ചാമും അനുസർവാവമാനിനം. ഗിരശ്രുതായാഃ പുഷ്പിണ്യാ മധുഗന്ധേന ഭൂരിണ മദ്നാ ച ഉന്മദിതാത്മാനഃ സമ്മുഹ്യന്തു ഹരദ്വിഷഃ. സർവഭക്ഷാദ്വിജാവൃത്यै ധൃതവിദ്യാതപോവ്രതാഃ വിത്തദേഹേന്ദ്രിയാരാമാ യാചകാ വിചരന്വിഹ. തസ്യൈവം ദദതഃ ശാപം ശ്രുത്വാ ദ്വിജകുലായ വൈ ഭൃഗുഃ പ്രത്യസൃജത് ശാപം ബ്രഹ്മദണ്ഡം ദുരത്യയം. ഭവവ്രതധരാ യേ ച താൻ സമനുവ്രതാഃ പാഗണ്ഡിനസ്തേ ഭവന്തു സച്ഛാസ്ത്രപരിപന്ഥിനഃ. നഷ്ടശൗചാമൂഢധിയോ ജഡാഭസ്മാസ്ഥിതാരിണഃ വിശന്തു ശിവദീക്ഷായാം യത്ര ദൈവം സുരാസവം. ബ്രഹ്മ ച ബ്രാഹ്മണാൻശ്ചൈവ യദ്യൂയം പരിനിന്ദതം സേതും വിധാരണം പുംസാം അധഃ പാഗണ്ഡമാശ്രിതാഃ. യേഷ ഏവ ഹി ലോകാനാം ശിവഃ പന്ഥാ സനാതനഃ യം പൂർവേ ചാനുസന്തസ്തുഃ യത് പ്രമാണം ജനാർദ്ദനഃ. തൽബ്രഹ്മ പരമം ശുദ്ധം സതാം വത്മ സനാതനം വിഗർഹ്യ യാത പാഖണ്ഡം ദൈവം വോ യത്ര ഭൂതരാട്. മൈത്രേയ ഉവാച തസ്യൈവം വദതഃ ശാപം ഭൃഗോഃ സ ഭഗവാൻ ഭവഃ. നിശ്ചക്രാമ തതഃ കിഞ്ചിത് വിമനാ ഇവ സാനുഗഃ. തേഭി വിശ്വസൃജഃ സത്രം സഹസ്രപരിവത്സരാൻ സംവിധായ മഹേശ്വാസ യത്രേജ്യ ഋഷഭോ ഹരിഃ. ആപ്ലുത്യാവൃതം യത്ര ഗംഗാ യമുനയാന്വിതാ വിരജേനാത്മനാ സർവേ സ്വം സ്വം ധാമയയുസ്തതഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ ദക്ഷശാപോ നാമ ദ്വിതീയോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ സുസ്വാഗതം. മനുവംശം പറഞ്ഞതായിട്ടുള്ള സന്ദർഭത്തിൽ മനുവിൻ്റെ 3 പെൺമക്കളിൽ പ്രസൂതിയുടെ വംശത്തെ പറഞ്ഞപ്പോൾ 16 പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞു.
അതിൽ ഒടുവിലത്തെ മകളായിരുന്നു സതി എന്ന് പറഞ്ഞ് ആ സതി അകാലത്തിൽ ദേഹത്യാഗം ചെയ്തു. സതിക്ക് കുട്ടികളുണ്ടായില്ല. തന്റെ ഭർത്താവായ മഹാദേവനോട് അച്ഛനായ ദക്ഷൻ പ്രതികൂലമായി ഭാവിച്ചപ്പോൾ അതിൽ മനം നൊന്ത് സതീദേവി ദേഹത്യാഗം ചെയ്തു എന്നുകൂടി കഴിഞ്ഞ അധ്യായത്തിൽ അവസാനം മൈത്രേയ മഹർഷി വിതുരനോട് പറഞ്ഞു. ഇത് കേട്ട വിതുരൻ ആ ഭഗവാൻ മഹാദേവനും സ്വന്തം ഭാര്യാപിതാവായ ദക്ഷനും തമ്മിൽ എന്ത് കാരണം കൊണ്ടാണ് ശത്രുത ഉണ്ടായത്? വാസ്തവത്തിൽ അവർ തമ്മിൽ ഒരിക്കലും ശത്രുത ഉണ്ടാവാൻ വഴിയില്ലല്ലോ. കാരണം മഹാദേവൻ അത്രയ്ക്കും യോഗ്യനായിട്ടുള്ള ആളാണ്, ശീലവാന്മാരിൽ വെച്ച് ശ്രേഷ്ഠനാണ്. ദക്ഷനാകട്ടെ മകളിൽ നല്ല വാത്സല്യമുള്ളവളും ഉള്ള ആളുമാണ്. അപ്പൊ തൻ്റെ മകളെ സ്നേഹിക്കുന്ന തൻ്റെ മരുമകനോട് എന്തു കാരണം കൊണ്ടാണ് ദക്ഷന് വിരോധം ഉണ്ടായത്? തൻ്റെ മകളെ അനാദരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുമോ? ചരാചരങ്ങൾക്ക് മുഴുവൻ ശ്രേഷ്ഠനും ആരോടും വൈരമില്ലാത്തവനും ശാന്തസ്വരൂപനും ആത്മാരാമനുമായിരിക്കുന്ന ജഗത്തിന്റെ മുഴുവൻ ദൈവം ആയിരിക്കുന്ന ആ മഹാദേവനോട് ആരാണ് കോപിക്കുക? അതുകൊണ്ട് ഈ ജാമാതാവും ശ്വശുരനും തമ്മിൽ എന്ത് കാരണം കൊണ്ടാണ് വിദ്വേഷമുണ്ടായത്? അത് കാരണമാണല്ലോ ആ സതീദേവി തൻ്റെ ത്യജിക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രാണനെ ത്യജിച്ചു കളഞ്ഞത്. അപ്പോൾ ആ ചരിത്രമൊന്ന് പറഞ്ഞു തരൂ എന്ന് 3 ശ്ലോകങ്ങളെ കൊണ്ട് വിതുരൻ ആവശ്യപ്പെട്ടപ്പോൾ മൈത്രേയ മഹർഷി ആ ദക്ഷനും മഹാദേവനും തമ്മിലുള്ള വിരോധത്തിന്റെ കഥ അവതരിപ്പിക്കുകയായിരുന്നു. പണ്ട് വിശ്വസൃഷ്ടാക്കളായ പ്രജാപതിമാരുടെ ഒരു സത്രത്തിൽ ഋഷിമുനിമാരെല്ലാവരും സമാഗതരായിരുന്നു. ദേവന്മാരും അവരുടെ അനുഗാമികളും എല്ലാവരും ഉണ്ടായിരുന്നു. അഗ്നിയുടെ ദേവന്മാരും എല്ലാവരും. ആ സമയത്താണ് ദക്ഷൻ അവിടെ സൂര്യൻ ഉദിച്ച പോലെ പ്രവേശിച്ചത്. അദ്ദേഹത്തിന്റെ ആ പ്രഭാവം കൊണ്ട് ആ സദസ്സിനെ മുഴുവൻ ഇളക്കി മറിച്ചു. അദ്ദേഹം സദസ്സിലുള്ളവരെല്ലാവരും തന്നെ അവരവരുടെ സ്ഥാനത്തു നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തെ എതിരേറ്റു. 2 പേരൊഴികെ. ഋതേ വിരിഞ്ചം സർവം ച. കാരണം ബാക്കിയുള്ളവരൊക്കെ തദ്ഭാസാ ആക്ഷിപ്ത ചേതസഹ. ആ ദക്ഷന്റെ പ്രകാശം കൊണ്ട്, പ്രഭാവം കൊണ്ട്, തേജസ് കൊണ്ട് ആക്ഷേപിക്കപ്പെട്ട, ഇളക്കി മറിക്കപ്പെട്ട മനസ്സോടുകൂടിയവരായിരുന്നു. വിരിഞ്ചനും ശർവനും മാത്രം ഇളകിയില്ല. അങ്ങനെ എല്ലാവരാലും സൽക്കരിക്കപ്പെട്ട ദക്ഷൻ തന്റെ പിതാവും ലോകഗുരുവുമായ അജനെ നമസ്കരിച്ച് തന്റെ സ്ഥാനത്ത് ഇരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഇരിപ്പുറച്ചില്ല. കാരണം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരാൾ മാത്രം ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതാരാണ്? സാക്ഷാൽ മൃഡൻ. പ്രാങ് നിഷണ്ണം മൃഡം ദൃഷ്ട്വ നാമൃഷ്യത് തദനാദൃത. ആ മഹാദേവനാൽ അനാദരിക്കപ്പെട്ടവനായി കരുതി അത് സഹിച്ചില്ല ദക്ഷന്. അങ്ങനെ തൻ്റെ കണ്ണുകളെ കൊണ്ട് വിപരീതമായി നോക്കിക്കൊണ്ട് വാമം അഭിവീക്ഷ്യ ചക്ഷുർഭ്യാം ദഹന്നിവ, ലോകങ്ങളെ മുഴുവൻ ദഹിപ്പിക്കും പോലെ ഇപ്രകാരം ഉവാച, ഇങ്ങനെ പറഞ്ഞു ദക്ഷൻ. അലയോ ദേവന്മാരോടും അഗ്നികളോടും കൂടിയ ബ്രഹ്മർഷികളെ, നിങ്ങൾ കേൾക്കുവിൻ. ഞാൻ അജ്ഞാനം കൊണ്ട് പറയുന്നതല്ല, ആരോടും മത്സരം കൊണ്ടും പറയുന്നതല്ല. സജ്ജനങ്ങളുടെ ആ ഒരു വൃത്തത്തെ, സദാചാരത്തെ പറയുകയാണ്. ഇതാ ഇവിടെ ഒരുവൻ ഇരിക്കുന്നുണ്ടല്ലോ, ലജ്ജയില്ലാത്തവൻ. അവൻ ലോകപാലന്മാരുടെ യശസ്സിനെ മുഴുവൻ ഹനിച്ചു കളഞ്ഞിരിക്കുന്നു. സജ്ജനങ്ങൾ ആചരിക്കുന്ന ആ മാർഗത്തെ ഇവൻ ദുഷിപ്പിച്ചിരിക്കുന്നു. ഈ അഹങ്കാരി ഇവൻ വാസ്തവത്തിൽ എൻ്റെ മകളുടെ കൈപിടിച്ചതോടുകൂടി എൻ്റെ മരുമകനായതാണ്, എൻ്റെ ശിഷ്യനായതാണ്. ഞാൻ അഗ്നിയുടെയും ബ്രാഹ്മണരുടെയും മുമ്പിൽ വെച്ചാണ് ഇവന് എൻ്റെ മകളെ പാണിഗ്രഹണം ചെയ്തു കൊടുത്തിട്ടുള്ളത്.
ഗായത്രി ഉപദേശം ചെയ്യും പോലെ പവിത്രമായ വിവാഹ ചടങ്ങിൽ ഞാൻ എൻ്റെ മകളെ ഇവന് കൈപിടിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും ഇവൻ എൻ്റെ ശിഷ്യതയെ പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എൻ്റെ ആ സുന്ദരിയായ മാൻഗണ്ണിയായ മകളുടെ കൈപിടിച്ച ഈ കൊരങ്ങന്റെ കണ്ണോടുകൂടിയവൻ മർക്കടലോചനൻ വാസ്തവത്തിൽ എന്നെ കാണുമ്പോൾ പ്രത്യുത്ഥാനവും അഭിവാദനവും ചെയ്യേണ്ടവനാണ്. എന്നാൽ അവൻ ഇരുന്നിടത്ത് ഇരുന്നു പോലും ഒരു നല്ല വാക്ക് പോലും പറഞ്ഞില്ല, ഒരു മര്യാദ വാക്ക് പോലും പറഞ്ഞില്ല. അനിച്ചൻ അല്ല, പ്രത്യുത്ഥാന അഭിവാദാർഹേ വാചാപി അകൃതന ഉചിതം. അപ്പൊ യാതൊരു ക്രിയയും ഇല്ലാത്തവനും അശുചിയും അഹങ്കാരിയും മര്യാദകളെല്ലാം ലംഘിക്കുന്നവനും ആയിട്ടുള്ള ഇവന് ഞാൻ എൻ്റെ മകളെ എനിക്കിഷ്ടമില്ലാതെ കൊടുത്തു. ശൂദ്രന് വേദം ഉപദേശിക്കും പോലെ. ഇവന്റെ വാസസ്ഥാനം ശ്മശാനമാണ്. പ്രേതങ്ങൾ വസിക്കുന്ന ശ്മശാനങ്ങളിൽ, ഘോരങ്ങളായ ശ്മശാനങ്ങളിൽ പ്രേതഭൂതഗണങ്ങളോട് ചുറ്റപ്പെട്ടവനായിരിക്കുന്നവനും ഉന്മാദിയെപ്പോലെ നടക്കുന്നവനും നഗ്നനായിരിക്കുന്നവനും തലമുടി അഴിച്ചിട്ടുകൊണ്ട് പൊട്ടിച്ചിരിച്ചും പൊട്ടിക്കരഞ്ഞും കൊണ്ടൊരു ഉന്മാദിയെപ്പോലെ സഞ്ചരിക്കുന്നവനുമായിട്ടുള്ള ചിതാഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്തവനും ശവം മാലയായി ധരിച്ചിരിക്കുന്നവനും നരന്മാരുടെ അസ്ഥി അലങ്കാരമായി ചാർത്തിയവനും ശിവനെന്ന് പേര് മാത്രമുള്ളവനും അശിവനും മതിച്ചവനും മത്തജനന്മാർക്ക് ഭ്രാന്തന്മാർക്ക് മാത്രം പ്രിയനുമായിരിക്കുന്നവനും പ്രമദഭൂതങ്ങളുടെ മാത്രം പതിയും താമസമൂർത്തികളായ ഭൂതഗണങ്ങളുടെ മാത്രം നേതാവുമാണിവൻ. അങ്ങനെയുള്ള ഈ ഉന്മാദനാഥനായ നഷ്ടശൗചനായ ദുഷ്ടഹൃദയനായിട്ടുള്ള ഇവന് ഞാൻ എൻ്റെ നല്ലവളായ മകളെ, മര്യാദക്കാരിയായ മകളെ കൊടുത്തുവല്ലോ. ഈ ബ്രഹ്മദേവനാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണ്. ദത്താപദമയാ സാധ്വി ചോദിതേ പരമേഷ്ഠിന. ആ പരമേഷ്ഠിയാൽ ബ്രഹ്മദേവനാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണ് ഞാൻ കൊടുത്തത്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ കൊടുത്തിട്ടില്ല. ഇവൻ അതിനുള്ള അർഹതയേ ഇല്ല. ഇങ്ങനെയുള്ള വൃത്തികെട്ടവന് അച്ഛൻ്റെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ എൻ്റെ മകളെ കൊടുത്തത്. ഇങ്ങനെ നിന്ദിച്ചുകൊണ്ട്, എന്നാൽ ഇതിനൊന്നും പ്രതികരിക്കാതെ കോപിക്കാതിരിക്കുന്ന ആ മഹാദേവനെ നോക്കി ദക്ഷൻ വെള്ളം എടുത്ത് കയ്യിലെടുത്തുകൊണ്ട് ക്രുദ്ധനായി ശപിക്കുവാൻ പുറപ്പെട്ടു. എന്നിട്ട് ശപിച്ചു. എന്താ ശപിച്ചത്? അയം തു ദേവയജനേ ഇന്ദ്രോപേന്ദ്രാദിവിർഭവ സഹഭാഗം നലപദാം ദേവൈർദേവഗണാദമഃ. ദേവയാഗങ്ങളിൽ ഇന്ദ്രൻ, ഉപേന്ദ്രൻ മുതലായവരോടുകൂടി ഈ അയം ഭവഃ സഹഭാഗം നലപദാം, അവരോടുകൂടെ ഭാഗം ലഭിക്കാതിരിക്കട്ടെ. ദേവന്മാർക്ക് കിട്ടുന്ന ഭാഗം ഈ ദേവഗണ അധമനായിട്ടുള്ള ഇവന് കൊടുക്കാതിരിക്കട്ടെ. ആരും ഇനിമേലിൽ ഇവന് ദേവഭാഗം കൊടുത്തുകൂടാ, രുദ്രഭാഗം കൊടുത്തുകൂടാ എന്ന് ഒരു നിയമം പാസാക്കും പോലെ ഒരു ശാപം വർഷിച്ചു. ദക്ഷൻ ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൽ ആരും അത് ധിക്കരിക്കാൻ ധൈര്യപ്പെടില്ല. കാരണം പ്രജാപതിമാരുടെയൊക്കെ പതിയായിട്ടുള്ള ഒരു സ്ഥാനമാണ് ദക്ഷനുള്ളത്. അപ്പം എല്ലാവരും ഭയപ്പെടും ദക്ഷനെ ധിക്കരിക്കാനായിക്കൊണ്ട്. അപ്പൊ ദക്ഷന്റെ ആജ്ഞ എന്ന് പറഞ്ഞാൽ ലോകത്തിനുള്ള ഒരു ഓർഡറാണ്, അലിഖിതമായ ഒരു നിയമമാണ്. അങ്ങനെ പ്രഖ്യാപിച്ചു. സദസ്സിൽ ഉള്ള മുഖ്യന്മാരായ ബ്രഹ്മാദി ദേവന്മാരാലും മറ്റുമൊക്കെ തടയപ്പെട്ടിട്ട് പോലും ദക്ഷൻ ഇങ്ങനെ ആ മഹാദേവനായിക്കൊണ്ട് ശാപം വിസർജിച്ച് അവിടുന്ന് ഇറങ്ങിപ്പോയി. വിനിഷ്ക്രമ്യ വിവൃദ്ധമന്യുഹു ജഗാമ. വർദ്ധിച്ച കോപത്തോടുകൂടി ഗമിച്ചു. ഹേ കൗരവ്യ, അല്ലയോ വിതുര, നിജം നികേതനം, തന്റെ വാസസ്ഥാനത്തേക്ക് ദക്ഷൻ മടങ്ങിപ്പോയി, കോപിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. എന്നാൽ മഹാദേവൻ ഇതിനൊന്നും പ്രതികരിച്ചില്ലെങ്കിലും മഹാദേവന്റെ ഭൂതഗണങ്ങളുടെ മുഴുവൻ നേതാവായ നന്ദികേശ്വരന് ഈ അപമാനവും ശാപവും ഒന്നും കേട്ടിട്ട് ദഹിച്ചില്ല, സഹിച്ചില്ല. തന്റെ സ്വാമിയെ ഇങ്ങനെ സഭയിൽ വെച്ച് ദക്ഷൻ അപമാനിച്ചപ്പോൾ അതിന് തിരിച്ച് നന്ദികേശ്വരൻ
ശപിക്കാൻ പുറപ്പെട്ടു എന്ന് പറയുകയാണ്. 20-ാം ശ്ലോകം നമ്മൾ കണ്ടു. വിജ്ഞായ ശാപം ഗിരിശാനുഗാഗ്രണീഹി നന്ദീശ്വരോ രോഷകഷായ ദൂഷിതഃ ദക്ഷായ ശാപം വിസസർജ ദാരുണം യേ ചാന്വമോദൻ തദവാച്യതാം ദ്വിജാഃ. ദക്ഷായ ശാപം വിസസർജ ദാരുണം. ദക്ഷനായിക്കൊണ്ട് ദാരുണമായ ശാപത്തെ വിസർജിച്ചു നന്ദികേശ്വരൻ. മാത്രമല്ല ഏച്ച അന്വമോദൻ തത് അവാച്യതാം. ആ ദക്ഷൻ മഹാദേവനെ ശപിക്കുമ്പോൾ ആരൊക്കെ അതിനെ അനുമോദിച്ചുവോ അവർക്കും നന്ദികേശ്വരന്റെ വക ശാപം കിട്ടി. അപ്പൊ ദക്ഷന് മാത്രമല്ല, ദക്ഷപക്ഷപാതികളായിട്ടുള്ള ദക്ഷ അനുകൂലികളായിട്ടുള്ള ആളുകൾക്കൊക്കെ നന്ദികേശ്വരന്റെ വകയായിട്ട് ശാപം കിട്ടി എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. 20-ാം ശ്ലോകം. ഇനി 21 മുതൽ കാണാം. യേതന്മർത്യമുദ്ദിശ്യ ഭഗവത്യപ്രതിദ്രുഹി ദ്രുഹ്യത്യജ്ഞഃ പൃഥഗ് ദൃഷ്ടിഃ തത്വതോ വിമുഖോ ഭവേത്. ഗൃഹേഷു കൂഢധർമ്മേഷു സക്തോ ഗ്രാമ്യസുഖേച്ഛയാ കർമ്മതന്ത്രം വിതനുതേ വേദവാദവിപന്നധീഃ. ബുദ്ധ്യാ പരാവിദ്യായിന്യ വിസ്മൃതാത്മഗതി പശുഃ സ്ത്രീകാമസ്വസ്ത്വതിതരാം ദക്ഷോ ബസ്തമുഗോചിരാത്. വിദ്യാ ബുദ്ധിരവിദ്യായാം കർമ്മമയ്യാം അസൗ ജഡഃ സംസരൻ ദ്വിഹയേ ചാമം അനുശർവാവമാനിനം. ഗിരശ്രുതായാ പുഷ്പിണ്യാഃ മധുഗന്ധേന ഭൂരിണാ മദ്നാ ച ഉന്മദിതാത്മാനഃ സമ്മുഹ്യന്തു ഹരദ്വിഷഃ. അതുവരെ 25-ാം ശ്ലോകം വരെ നന്ദികേശ്വരന്റെ വചനങ്ങളാണ്, നന്ദികേശ്വരന്റെ ശാപങ്ങളാണ്. അത് കഴിഞ്ഞ് 26 മുതൽ ഉള്ള വരികൾ ഭൃഗു മഹർഷി അല്ലെങ്കിൽ ഭൃഗു എന്ന ബ്രാഹ്മണൻ, അദ്ദേഹം ദക്ഷപക്ഷപാതിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് 26 വരെ നന്ദികേശ്വരന്റെ തന്നെയാണ്. 27-ൽ ഭൃഗു തുടർന്ന് ശാപം കൊടുക്കുന്നു. 28 മുതൽ 32 വരെ ഭൃഗുവിന്റെ വചനങ്ങളാണ്. അപ്പൊ 26 കൂടി നന്ദികേശ്വരന്റെ വചനമാണ്. സർവഭക്ഷാദ്വിജാവൃത്യൈ ധൃതവിദ്യാതപോവ്രതാഃ വിത്തദേഹേന്ദ്രിയാരാമാഃ യാചകാ വിചരന്ദ്വിഹ. അതുവരെ 26-ാം ശ്ലോകം വരെ നന്ദികേശ്വരന്റെ ശാപമാണ്. ദക്ഷനും ദക്ഷപക്ഷപാതികളായ മൂഢന്മാരായ കർമ്മടന്മാരായ പുരോഹിതന്മാർക്ക്, അതുപോലെ ദേവന്മാര് ദക്ഷനെ അനുകൂലിച്ച് ദക്ഷന്റെ കയ്യിൽ നിന്ന് അനുകൂലം വാങ്ങിക്കാൻ വേണ്ടി വന്ന, സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി വന്നവരായ ദേവന്മാർക്കും മറ്റുമൊക്കെ നന്ദികേശ്വരന്റെ ശാപം നോക്കാം. ാം ശ്ലോകം. യേതന്മർത്യമുദ്ദിശ്യ ഭഗവതി അപ്രതിദ്രുഹി ദ്രുഹ്യതി അജ്ഞഃ പൃഥഗ് ദൃഷ്ടിഃ തത്വതോ വിമുഖോ ഭവേത്. ആദ്യത്തെ ശ്ലോകം. യഹ ഏതത് മർത്യം ഉദ്ദിശ്യ, യഹ ഏതൊരുവനാണോ, ഏതത് മർത്യം, മർത്യം എന്ന് പറഞ്ഞാൽ മരണശീലത്തോടു കൂടിയത്, നശിക്കുന്നത്, മൃതശരീരം. ഈ ശരീരം മൃതമാണ്, അതിൽ ചൈതന്യമുള്ളത് കൊണ്ടാണ് അത് ജീവനുള്ളതായിരിക്കുന്നത്, സചേതനമായിരിക്കുന്നത്. ശിവനുള്ളത് കൊണ്ടാണ് ഇത് ശവമാവാതിരിക്കുന്നത്, അല്ലെങ്കിൽ ശവമാണ്, അല്ലേ?
അപ്പോൾ ഈ ശരീരത്തെയാണ് ഇവിടെ മർത്യം എന്ന് പറഞ്ഞത്. നശ്വരമായ ഈ ശരീരത്തെ ഉദ്ദേശിച്ചുകൊണ്ട്, അതിലുള്ള ആസക്തി കൊണ്ട്, അതിൽ അഭിമാനിച്ചുകൊണ്ട്, എന്ന് വെച്ചാലോ ദക്ഷൻ ദേഹാഭിമാനിയാണ്. ദക്ഷന് ബാഹ്യദൃഷ്ടിയാണ്, ചിന്തിക്കാനുള്ള കഴിവ് കുറഞ്ഞിരിക്കുകയാണ്, വിവേകം കുറഞ്ഞിരിക്കുകയാണ്, പശുവിന്റെ ദൃഷ്ടിയാണ്. അതുകൊണ്ട് മഹാദേവന്റെ മാഹാത്മ്യം കാണാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. മഹാദേവന്റെ ശരീരം, ആ ശരീരത്തിലുള്ള ഭൂഷാദികൾ, വേഷഭൂഷാദികൾ, ഇതൊക്കെ കണ്ടിട്ട് അതൊന്നും വിലയില്ലാത്തതായിട്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ തോന്നിയിട്ടാണ്. അപ്പൊ ഭൗതിക ദൃഷ്ടിയ മഹാദേവനെ വിലയിരുത്തി നിന്ദിക്കുകയാണ്. താനോ തന്നെ ശരീരത്തെക്കുറിച്ചും അതിലണിഞ്ഞിരിക്കുന്ന ആടയാഭരണങ്ങളെക്കുറിച്ചും അതിന്റെ സൗന്ദര്യത്തെക്കുറിച്ചുമൊക്കെ ഭ്രമിച്ചിരിക്കുകയാണ്. അപ്പൊ തന്റെ ശരീരത്തിൽ താൻ കേമനാണെന്ന് അഭിമാനിച്ചുകൊണ്ട് മഹാദേവന്റെ ശരീരം വൃത്തികെട്ട ശരീരം എന്നും നിന്ദിച്ചുകൊണ്ട്, ഇതാണ് അദ്ദേഹത്തിന്റെ ദൃഷ്ടി, മൂഢദൃഷ്ടി, പശുദൃഷ്ടി. ഒരു മഹാത്മാവിനെ നമ്മൾ വിലയിരുത്തുന്നത് അദ്ദേഹത്തിന്റെ ശരീരം നോക്കിയിട്ടല്ല, അല്ലെ? വിവേകമുള്ളവര്. ഇപ്പൊ രമണ മഹർഷിയെ കണ്ടാൽ എന്താ നമുക്ക് തോന്നുക? ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു സംസ്കാരവും ഇല്ലാത്തൊരു മൂഢനാണെങ്കിൽ രമണ മഹർഷിയുടെ വില ആർക്കറിയാം? ഒരു കൗപീനം മാത്രം ഉടുത്ത്, വളരെ മെലിഞ്ഞ കുറ്റിത്താടിയും മുടിയും തലമുടിയും, അല്ലേ? മുട്ടയടിച്ച് പാതി മുടി വളർന്നിട്ടുണ്ട്, താടി കുറച്ച് കുറ്റിമുടി വളർന്നിട്ടുണ്ട്, കയ്യും കാലും ഒക്കെ ശുഷ്കിച്ചുകൊണ്ട്, സൗഷ്ഠവമൊന്നുമില്ലാതെ ഒരു വടിയും കുത്തി, ചിലപ്പോൾ ഒരു കമണ്ടലു കയ്യിൽ കാണാം ചില ചിത്രങ്ങളിൽ, ഒരു പാറപ്പുറത്തിരിക്കുന്നു. ഇങ്ങനെ ആ രമണ മഹർഷിയുടെ ആ കോലം കണ്ടാൽ ആധ്യാത്മികമായിട്ടുള്ള ഒരു സംസ്കാരം കിട്ടാത്ത ഒരു മൂഢൻ എങ്ങനെ വിലയിരുത്തും? അയ്യോ പാവം ഒരു പിച്ചക്കാരൻ, അല്ലേ? അത്രയല്ലേ കാണാൻ പറ്റുള്ളൂ. നമ്മളും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ആദ്യകാലത്ത് ആധ്യാത്മികമായിട്ടുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നതിൻ്റെയൊക്കെ മുമ്പ് ഇതുപോലെയുള്ള മഹാത്മാക്കളുടെ പടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ശ്രീനാരായണ ഗുരുദേവന്റെ പടം കണ്ടു കഴിഞ്ഞാൽ അയ്യോ പാവം, നമ്മുടെ വീട്ടിലുള്ള കാരണവന്മാരെക്കാളും കഷ്ടം തോന്നും കണ്ടു കഴിഞ്ഞാൽ. ശ്രീരാമകൃഷ്ണ പരമഹംസരെ കണ്ടാൽ അത് അതിനേക്കാൾ കഷ്ടം. അപ്പൊ രമണ മഹർഷിയും ചട്ടമ്പി സ്വാമികളും ശ്രീരാമകൃഷ്ണദേവനും നാരായണ ഗുരുദേവനും ഒക്കെ മൂഢന്മാരുടെ കണ്ണില് വെറും പാവങ്ങൾ, ഭിക്ഷക്കാർ, പ്രാകൃതന്മാർ എന്നൊക്കെ തോന്നിപ്പോകും. എന്നാൽ ആധ്യാത്മികമായിട്ട് ഒരു സംസ്കാരമുള്ളതായിട്ടുള്ള ആളുകൾക്ക് അവരെക്കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ, അവരുടെ കൃതികൾ വായിക്കുമ്പോൾ, അവർ ചെയ്തിട്ടുള്ള പ്രവൃത്തികളെക്കുറിച്ച് അറിയുമ്പോൾ, അവരുടെ തപസ്സിന്റെ മഹിമ അറിയുമ്പോൾ, അവരുടെ ത്യാഗത്തിന്റെ മഹിമ അറിയുമ്പോൾ, അവരുടെ വിരക്തി അറിയുമ്പോൾ, അതൊക്കെ അറിയുമ്പോഴാണ് അവരാരാന്ന് മനസ്സിലാവുക, അവരോട് ബഹുമാനം വളർന്നു വരിക. അപ്പോൾ രണ്ട് ദൃഷ്ടികളാണ്, മൂഢദൃഷ്ടിയും ജ്ഞാനിയുടെ ദൃഷ്ടിയും, അല്ലെങ്കിൽ വിവേകിയുടെ ദൃഷ്ടിയും. ഇവിടെ ദക്ഷന്റെ ദൃഷ്ടി മൂഢദൃഷ്ടിയാണ്. ആരുടെ നേർക്ക്? മഹാദേവന്റെ നേർക്ക്, അതുപോലെ തന്റെ ശരീരത്തിന്റെ നേർക്കും. പശുദൃഷ്ടി, പശു എന്ന് പറഞ്ഞാൽ പശ്യതി, കാണുന്നു. കണ്ടതിന്റെ അപ്പുറത്തുള്ളതിനെ കുറിച്ചൊന്നും അനുമാനിക്കാനുള്ള കഴിവ് ഇല്ല, ചിന്തിക്കാനുള്ള കഴിവ് ഇല്ല. അപ്പൊ ഭൗതികമായത് മാത്രം സത്യം. അതാണ് ഇവിടെ ആ ദൃഷ്ടിയെയാണ്, പശുദൃഷ്ടിയെയാണ് ഇവിടെ നന്ദികേശ്വരൻ എടുത്തു പറയുന്നത് ദക്ഷനെക്കുറിച്ച്. മർത്യം ഉദ്ദിശ്യ ഭഗവതി അപ്രതിദ്രുഹി.
അപ്രതിദ്രുഹി. അപ്രതിദ്രുഹി എന്ന് പറഞ്ഞാൽ പ്രതിദ്രോഹം ചെയ്യാത്തവൻ. പ്രതിദ്രുഹ, പ്രതിദ്രുക്ക് എന്ന് പ്രഥമ ശബ്ദം, പ്രതിദ്രുഹ എന്ന് പ്രഥമ, അതിന്റെ സപ്തമിയാണ് പ്രതിദ്രുഹി. പ്രതികാരം ചെയ്യുന്നവൻ പ്രതിദ്രുഹി. എന്നാൽ ഇവിടെയോ അപ്രതിദ്രുഹി, പ്രതികാരം ചെയ്യാത്തവനിൽ, തന്നെ ദ്രോഹിക്കുന്നവരെ പോലും തിരിച്ച് ദ്രോഹിക്കാത്തവനിൽ. അപ്രതിദ്രുഹി ഭഗവതി, ഭഗവാനിൽ. ഭഗവാൻ എന്ന ശബ്ദത്തിന്റെ സപ്തമി ഭഗവതി. അപ്പൊ പകരം ദ്രോഹിക്കാതിരിക്കുന്ന ഭഗവാനിൽ. ഭഗവാനാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാലോ സർവ ഐശ്വര്യ പരിപൂർണനാണ്, പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം. ഐശ്വര്യം, വീര്യം, ജ്ഞാനം, യശസ്, ശ്രീ, വൈരാഗ്യം മുതലായ ഗുണങ്ങളൊക്കെ ഉള്ള ആളാണ്. പക്ഷേ പ്രകടിപ്പിക്കുന്നില്ല മറ്റുള്ളവരെ പോലെ, മൂഢന്മാരെ പോലെ. പ്രകടിപ്പിച്ചാലേ താൻ ആരെങ്കിലും ആണെന്ന് തനിക്ക് തന്നെ ബോധ്യം വരുള്ളൂ. അങ്ങനെയുള്ള മൂഢന്മാരാണ് പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുക. അവനവനെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവർ ഒരു പ്രകടനത്തിനും നിൽക്കില്ല. മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനായിക്കൊണ്ട്, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിക്കൊണ്ട്, ഞാൻ ആരാന്നറിയോ എന്നുള്ള ഭാവത്തിൽ നടക്കില്ല. കാരണം സ്വയം ബോധമുണ്ട് താൻ ആരാണെന്ന്. ഈ ഞാൻ ആരാന്ന് അറിയാത്ത മൂഢന്മാരാണ് ഞാൻ ആരാന്നറിയോ എന്ന് മറ്റുള്ളവരോട് ചോദിക്കുന്നത്. കാരണം എനിക്കറിയില്ല ഞാൻ ആരാണെന്ന്. എനിക്ക് ഞാൻ ആരെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ മറ്റുള്ളവരോട് ചോദിക്കുന്നത് ഞാൻ ആരാന്നറിയുമോ. അപ്പൊ അവരോട് തിരിച്ച് പറയേണ്ടത് ആദ്യം നീ ആരാണെന്ന് നീ അറിഞ്ഞിട്ട് വാ, എന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കും എന്നാണ് പറയേണ്ടത്. സ്വയം ആദ്യം അറിയണം താൻ ആരാന്ന്. അതില്ലാത്ത മൂഢന്മാരാണ് കോംപ്ലക്സ് കൊണ്ട്, അവരുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് വാസ്തവത്തിൽ മറ്റുള്ളവരുടെ മേലെ സുപ്പീരിയോറിറ്റി കളിക്കുന്നത്. മറ്റുള്ളവരെ പലതരത്തിൽ കീഴ്പ്പെടുത്താനായിക്കൊണ്ട് ശ്രമിക്കുന്നത് അവരുടെ ഉള്ളിലുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണത്. ഉള്ളിൽ നല്ല ആത്മവിശ്വാസമുള്ളവർ ആരെയും ഒന്നും ഷോ ചെയ്യാൻ, ആരെയും ഇംപ്രസ് ചെയ്യാൻ ഒന്നിനും ശ്രമിക്കില്ല. കാരണം നല്ല ഉത്തമ ബോധ്യമുണ്ട് താൻ ആരാന്ന്. താൻ ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അങ്ങനെ ബോധ്യപ്പെടുത്താനിട്ട് പറ്റൂല്ല. മൂഢജനങ്ങളെ പറ്റിക്കാനേ പറ്റുള്ളൂ. ബോധ്യപ്പെടേണ്ടവർ ബോധ്യപ്പെട്ടിരിക്കും. മൂഢജനങ്ങൾ ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് ധരിക്കും. ഈ പറഞ്ഞ യഥാർത്ഥ മഹത്വമൊന്നും ഇല്ലാത്തവർ അതുണ്ടെന്ന് ഭാവിച്ച് നടക്കുമ്പോൾ അത് ശരിയാണെന്ന് ധരിക്കുന്നവരാണ് മൂഢജനങ്ങൾ. അങ്ങനെയുള്ള മൂഢജനങ്ങളെ പറ്റിക്കാൻ വേഷം കെട്ടൊക്കെ നല്ലതാണ്. കാരണം ഈ ലോകത്തിൽ മൂഢജനങ്ങളാണ് കൂടുതൽ. ഈ മൂഢജനങ്ങളെ പറ്റിക്കാൻ വേഷം കെട്ടലുകൾ ആവശ്യമാണ്. യഥാർത്ഥത്തിലുള്ള വിവേകികളെ യാതൊന്നും ആരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അവർ സ്വയം ബോധിച്ചോളും. സ്വയം ബോധിക്കാൻ കഴിവുള്ളവരാണ് യഥാർത്ഥ വിവേകികൾ, ജ്ഞാനികൾ, മഹാത്മാക്കൾ. അപ്പോ അപ്രതിദ്രുഹി ഭഗവതി, പ്രതിദ്രോഹം ചെയ്യാത്തവനായ ഭഗവാന്റെ നേരെ, സർവജ്ഞനായ ഭഗവാന്റെ നേരെ ദ്രുഹ്യതി അജ്ഞഃ പൃഥക് ദൃഷ്ടി. ദ്രുഹ്യതി ദ്രോഹിക്കുന്നു. ആര്? അജ്ഞഃ, ഈ മൂഢൻ, ഈ ദക്ഷൻ എന്ന മൂഢൻ. എന്തുകൊണ്ട്? പൃഥക് ദൃഷ്ടി. പൃഥക് ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഭേദദൃഷ്ടി, വേറെ വേറെ വേറെയാണെന്നുള്ളതായിട്ടുള്ള ദൃഷ്ടി, ഭേദബുദ്ധിയോട് കൂടിയിട്ട്. യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ഭേദബുദ്ധി ഉണ്ടാവില്ല. സ്നേഹമില്ലാത്തിടത്താണ് ഭേദബുദ്ധി പ്രകടമാവുക. ഇപ്പോ ദക്ഷൻ ശരിക്ക് ഒരു ലൗകിക രീതിയാ തന്നെ മര്യാദയ്ക്ക് വിചാരം ചെയ്തിരുന്നെങ്കിൽ തൻ്റെ മകൾ സന്തുഷ്ടയാണ് തൻ്റെ ഈ മരുമകന്റെ സ്നേഹം കൊണ്ട്. അവൾക്ക് ഒരു ആവലാതിയുമില്ല. അവൾ വളരെ ആനന്ദമായി കഴിയുന്നു. അതിന് കാരണക്കാരൻ ഈ മഹാനാണ്. എൻ്റെ മകളെ സന്തോഷിപ്പിച്ച് കൊണ്ടിരിക്കുന്ന
ഈ എൻ്റെ മരുമകൻ എനിക്ക് കിട്ടിയതെൻ്റെ ഭാഗ്യമാണ് എന്ന് കരുതി അദ്ദേഹത്തെ അങ്ങോട്ട് സ്നേഹിച്ചിരുന്നെങ്കിലോ, സ്വന്തം മകനായി കണ്ടിരുന്നെങ്കിലോ, മരുമകന് പകരം മകനായും, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ തൻ്റെ ജ്യേഷ്ഠനുമാണ്, ബ്രഹ്മദേവന്റെ മൂത്തപുത്രനാണ്, തന്നേക്കാൾ മൂത്തപുത്രനാണ്, ആ അർത്ഥത്തിൽ തൻ്റെ ജ്യേഷ്ഠനുമാണ്, തൻ്റെ മകളുടെ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് മരുമകനാണ്, പുത്രനെ പോലെ സ്നേഹിക്കാം, കാരണം അതിനുള്ള അർഹതയുള്ള ആളാണ്. അപ്പം അങ്ങനെ ഭേദബുദ്ധി ഇല്ലാതിരുന്നെങ്കിൽ വാസ്തവത്തിൽ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുമോ? അപ്പം അവിടെ സ്നേഹമില്ലായ്മയാണ് ആ ഭേദബുദ്ധി കാണിക്കുന്നത്. പൃഥക് ദൃഷ്ടി. അപ്പം നമ്മൾക്കും മറ്റുള്ളവരോട് ഭേദഭാവന ഉള്ളതുകൊണ്ടാണ് സ്നേഹമില്ലാത്തതും അവരെ ഉൾക്കൊള്ളാൻ കഴിയാത്തതും. നമ്മൾ ആരെയൊക്കെ സ്നേഹിക്കുന്നുവോ അവരെ ഉൾക്കൊള്ളാൻ നമുക്ക് പ്രയാസമില്ല. നമ്മൾ ആരെയൊക്കെ വേറെയായിട്ട് കാണുന്നുവോ അവരെ സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും പ്രയാസമാണ്. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. എവിടെയെങ്കിലും കിടക്കുന്ന ആർക്കെങ്കിലും വേണ്ടി ഞാനെന്തിന് കഷ്ടപ്പെടണം? ഇതാണ് ലോകത്തിന്റെ ചിന്ത. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യും, അല്ലേ? നമ്മൾ ഇപ്പോൾ അച്ഛനമ്മമാർ മക്കളെ സ്നേഹിക്കുന്നത് കൊണ്ട് മക്കൾക്ക് വേണ്ടി എന്ത് കഷ്ടപ്പെടാനും അവർ തയ്യാറാണ്. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഭർത്താവിന് വേണ്ടി കഷ്ടപ്പെടുന്നു. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ കാമുകന്മാർ പരസ്പരം സ്നേഹിക്കുന്നത് കൊണ്ട് അവർക്ക് വേണ്ടി എന്ത് സാഹസം ചെയ്യാനും എന്ത് ത്യാഗം ചെയ്യാനും തയ്യാറാവുന്നു. അച്ഛനമ്മമാരോട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ സ്നേഹമുള്ളിടത്ത് മാത്രമേ എന്തുള്ളൂ, ആ ഭേദദൃഷ്ടി ഇല്ലാതെ സേവിക്കാൻ, സഹായിക്കാൻ, ഉൾക്കൊള്ളാൻ ഒക്കെ ഉള്ളതായിട്ടുള്ള ഭാവമുള്ളൂ. അപ്പൊ ഭേദദൃഷ്ടി ഇല്ലാതിരിക്കണം. അപ്പൊ മാത്രമേ നമുക്ക് സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും കഴിയുള്ളൂ. ഇവിടെ ഭേദദൃഷ്ടി, അതാണ് പൃഥക് ദൃഷ്ടി. ഇതാണ് ദക്ഷന്റെ പ്രശ്നങ്ങളുടെ കാരണം. എന്താണ് ഭേദദൃഷ്ടി? താൻ കേമനാണെന്നും തൻ്റെ മരുമകൻ പിച്ചക്കാരനാണ്, ശ്മശാനവാസിയാണ്, അതൊക്കെ വായിൽ വന്നല്ലോ. എന്തൊക്കെയാ പറയേണ്ടത് വെച്ചൊക്കെ വായിൽ വന്നു കഴിഞ്ഞു, അല്ലേ? എന്തൊക്കെയാണ് നിന്ദിക്കാനുള്ളത് ഒക്കെ നിന്ദിച്ചു. തൻ്റെ ഉള്ളിലുള്ള പുച്ഛമാണ് പ്രകടിപ്പിച്ചത്. ഏതൊക്കെ പറഞ്ഞു? എന്തൊക്കെ പറഞ്ഞു? അയം തു ലോകപാലാനം യശോഗ്നോ നിരപത്രപ സദ്വിരാചരിതപ്പന്ത ഏന സ്തബ്ധേന ദൂഷിതഃ ഏഷമേ ശിഷ്യതാം പ്രാപ്തോ യന്മേ ദുഹിതുരഗ്രഹീത് പാണിം വിപ്രാഗ്നിമുഖതഃ സാവിത്ര്യാ ഇവ സാധുവത് ഗൃഹീത്വാ മൃഗശാപാക്ഷ്യാ പാണിം മർക്കടലോചനഃ പ്രത്യുത്ഥാന അഭിവാദാർഹേ വാചാപ്യകൃതനോചിതം ലുപ്തക്രിയായ അശുചയേ മാനിനെ ഭിന്നസേതവേ അനിച്ഛന്നപ്യതാംബാലാം ശൂദ്രായേവ ഉശതീം ഗിരം പ്രേതാവാസേഷു ഘോരേഷു പ്രേതൈർഭൂതഗണൈർവൃതഃ അടത്യുന്മത്തവത് നഗ്നോ വിപ്തകേശോ ഹസൻ രുദൻ ചിതാഭസ്മകൃതസ്നാനഃ പ്രേതസ്രംഗ്രസ്തിഭൂഷണഃ ശിവാപദേശോ ഹ്യശിവോ മത്തോ മത്തജനപ്രിയഃ പതിപ്രമദഭൂതാനാം തമോമാത്രാത്മകാത്മനാം തസ്മാ ഉന്മാദനാദായ നഷ്ടശൗചായ ദുർഹൃതേ. ഇത്രയൊക്കെ പദങ്ങളെ കൊണ്ട് തൻ്റെ മരുമകനെ എങ്ങനെയൊക്കെയാണ് താൻ ഉള്ളിൽ കാണുന്നത്, ഉള്ളിലുള്ളത് പുറത്തേക്ക് വന്നു, അത്രയേ ഉള്ളൂ, അല്ലേ? നമ്മൾക്കും മറ്റുള്ളവരോടുള്ളതായിട്ടുള്ള ദ്വേഷം നമ്മൾ ഉള്ളിൽ അമർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അത് പൊട്ടിത്തെറിക്കുമ്പോഴാണ് ഒക്കെ കൂടി പുറത്തേക്ക് വരിക. ഉള്ളിലുള്ളതേ പുറത്തേക്ക് വരുള്ളൂ. ഉള്ളിൽ നല്ലതാണ് നമ്മൾ കരുതി വെച്ചിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദേഷ്യം വന്നാൽ പോലും ഇതുപോലെയുള്ള വാക്കുകളൊന്നും വരില്ല. അപ്പോൾ ഉള്ളിലുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും ദേഷ്യം വരുമ്പോൾ പുറത്തേക്ക് വരിക. ഇവിടെ ദക്ഷന്റെ ഉള്ളിലുള്ള മരുമകനെ കുറിച്ചിട്ടുള്ള വിലയിരുത്തലുകളാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ തൻ്റെ മരുമകനെ ഒരു തരത്തിലും ബഹുമാനം ഒട്ടുമില്ല, അദ്ദേഹത്തിൻ്റെ നന്മകളൊന്നും കാണുന്നില്ല.
എല്ലാം തിന്മകളായി മാത്രം കാണുന്ന, നെഗറ്റീവായി മാത്രം കാണുന്ന ഒരു ദൃഷ്ടിയാണ് ദക്ഷന്റെ ദൃഷ്ടി. അപ്പൊ ഇങ്ങനെയുള്ള ദൃഷ്ടിയുള്ളവർക്ക് നാശമായിരിക്കും ഫലം. മറ്റുള്ളവരിൽ ദോഷം മാത്രം കാണുന്ന നെഗറ്റീവ് ദൃഷ്ടി ഉള്ളതായിട്ടുള്ള ആളുകൾക്ക് അത് നാശത്തിലേക്കാണ് കൊണ്ടുപോവുക. അതുകൊണ്ട് നമ്മൾ എല്ലാവരുടെ ഉള്ളിലുമുള്ളത് ഈശ്വര ചൈതന്യമാണ് എന്നുള്ള ഭാവത്തിൽ പരമാവധി സ്നേഹിക്കാനും പൊറുക്കാനും, എന്താ പറയുക, ഏതൊക്കെ രീതിയിൽ അവരെ ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കുമോ ആ രീതിയിൽ ഉൾക്കൊള്ളാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിന് ഉള്ളിൽ ഈശ്വരനാണെന്നുള്ള ബോധം ഉറയ്ക്കണം. എല്ലാവരുടെ ഉള്ളിലും ഈശ്വരനാണ്, എല്ലാവരിലും നന്മകളുണ്ട്. നന്മകളാണ് പലരിലും കൂടുതലുള്ളത്. ചിലപ്പോൾ ഒന്നോ രണ്ടോ തിന്മകൾ അവർ പ്രകടിപ്പിച്ചു എന്ന് വരും. അതിപ്പോൾ തിന്മകളില്ലാത്തവരായിട്ട് മനുഷ്യന്മാരിൽ ആരാണുള്ളത്? എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വീക്ക്നെസ്സുകളോ എന്തെങ്കിലുമൊക്കെ സ്വഭാവ ദൂഷ്യങ്ങളോ ഒക്കെ ചെറുതായിട്ടെങ്കിലും ഉണ്ടാവും. ഇല്ലാതിരിക്കുകയൊന്നുമില്ല. തെറ്റുകൾ എല്ലാവർക്കും പറ്റാം. അതൊക്കെ അങ്ങനെ കണ്ടിട്ട് അതിനെ തെറ്റുകളെയും കുറവുകളെയും ചെറുതായി കാണുകയും നന്മകളെയും ഗുണങ്ങളെയും വലുതായി കാണുകയും ചെയ്യുക. ഇതാണ് നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മളോട് ബന്ധപ്പെടുന്ന ആളുകളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് വളർത്താനായിക്കൊണ്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിലൂടെ മാത്രമേ നമുക്ക് ഈശ്വരനിൽ എത്താൻ പറ്റുള്ളൂ. എല്ലാവരെയും നെഗറ്റീവായിട്ട് തന്നെ കണ്ടുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് ഈശ്വരൻ്റെ അടുത്ത് എത്താൻ പറ്റില്ല. ഈശ്വരൻ്റെ അടുത്ത് എത്തണോ, ഈശ്വരന് പ്രിയങ്കരന്മാരായി തീരണോ, തീർച്ചയായിട്ടും ഈശ്വരന്റെ വിഭൂതികളായിരിക്കുന്ന, ഈശ്വര സൃഷ്ടികളായിരിക്കുന്ന, ഈശ്വരന്റെ ശ്രീകോവിലുകളായിരിക്കുന്ന, ഈശ്വരൻ കുടികൊള്ളുന്ന ശരീരങ്ങളെയും നമ്മൾ ബഹുമാനിക്കുക, ഉൾക്കൊള്ളുക. കുറവുകൾ ഉണ്ടായിക്കോട്ടെ, അവർക്കിപ്പോൾ തൽക്കാലം ദോഷങ്ങൾ ഉണ്ടായിക്കോട്ടെ, അത് ഭാവിയിൽ മാറും എന്നുള്ളതായിട്ടൊരു പ്രതീക്ഷയും പ്രത്യാശയും വെച്ച് പുലർത്തുക. നന്നാവും, നേരെയാവും, ഇപ്പോഴുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ കാണുക. അവർക്ക് മാറാനുള്ള അവസരങ്ങൾ നമ്മൾ പലപ്പോഴും കൊടുക്കാം. മാറാനുള്ള അവസരങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കാം. സ്വയം തിരുത്താനുള്ള അവസരങ്ങൾ കൊടുക്കാം. അങ്ങനെയെങ്കിലും തിരുത്തുകയാണെങ്കിൽ, നന്നായി എങ്കിൽ, അങ്ങനെ ഒരാളുടെ ഉപദ്രവം ലോകത്തിന് കുറയുമല്ലോ, അയാളെ കൊണ്ടുള്ള ദോഷം ലോകത്തിന് കുറയുമല്ലോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് തിരുത്താനുള്ള അവസരങ്ങൾ നമുക്ക് എല്ലാവർക്കും കൊടുക്കാം, പലതവണ കൊടുക്കാം. ഇനി ചിലരുണ്ട് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത നായിൻ്റെ വാല് പോലെയുള്ള ആളുകൾ. ഈ ജന്മം അവർ തിരുത്തില്ല, അവർക്ക് പറ്റില്ല. അത് നായിൻ്റെ വാല് പോലെ കുഴലിലിട്ടാൽ കുഴലിനെ വളയ്ക്കും. കുഴല് നിവർന്ന കുഴല് വളയും, വാല് നിവരില്ല. അങ്ങനെയുള്ള ആളുകളും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഒരിക്കലും തിരുത്താൻ പറ്റാത്ത അത്രയും വക്രതയുള്ളതായിട്ടുള്ള ആളുകൾ, അവരെ നമുക്ക് ഉപേക്ഷിക്കാനേ നിവൃത്തിയുള്ളൂ. അവരെ നേരെയാക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അവരോടൊരു അകലം പാലിക്കുക എന്ന് മാത്രമേ നിവൃത്തിയുള്ളൂ. നമ്മൾ അവസരങ്ങൾ കൊടുത്തു, എന്നിട്ടും അവരത് ഉപയോഗിച്ചില്ല, നേരെയായില്ല എങ്കിൽ ഒരു അകലം പാലിക്കുക. നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ മനസ്സമാധാനത്തിനും തൽക്കാലം അതാണ് നല്ലത്. നമ്മൾ ജ്ഞാനികളൊക്കെ ആയിക്കഴിഞ്ഞാലോ അപ്പൊ പിന്നെ അവിടേക്ക് വിടാം. മഹാത്മാക്കളായി കഴിഞ്ഞാൽ ചിലപ്പോൾ മഹാത്മാക്കളുടെ സാന്നിധ്യത്തിൽ ഏത് നായിൻ്റെ വാലും ചിലപ്പോൾ നിവർന്നു എന്ന് വരും. അത് പറയാൻ പറ്റില്ല. മഹാത്മാക്കളുടെ മുമ്പിൽ എത്തിപ്പെട്ടാൽ ഈ പറഞ്ഞ വളഞ്ഞ നായിൻ്റെ വാല് നിവർന്നു എന്ന് വരും. അത് നമ്മുടെ കയ്യിലല്ല. അത് അപ്പോഴേക്ക് വിടുക. അതുവരേക്ക് നമ്മൾക്ക് അകലം പാലിക്കാം, ആരോഗ്യകരമായിട്ടൊരു അകലം പാലിക്കാം, അകറ്റി നിർത്താം. ദുഷ്ടജനങ്ങളെ, ദുഷ്ടശക്തികളെ, നമ്മുടെ സ്വൈരം കളയുന്നവരെയൊക്കെ നമുക്ക്
അകറ്റി നിർത്താവുന്നതാണ്. ഓക്കെ. അപ്പോൾ പ്രതികാരം ചെയ്യാത്തവനായ ഭഗവാന്റെ നേർക്ക് അജ്ഞനായ ഇവൻ മൂഢൻ ദ്രുഹ്യതി ദ്രോഹിക്കുന്നു. പൃഥഗ്ദൃഷ്ടി ഭേദബുദ്ധിയാണിവൻ. അതുകൊണ്ട് തന്നെ ഈ അജ്ഞൻ തത്വതഃ വിമുഖോ ഭവേത്, ഇവൻ തത്വത്തിൽ നിന്ന് വിമുഖനായി ഭവിക്കട്ടെ. തത്വം എന്ന് പറഞ്ഞാൽ സത്യം, യഥാർത്ഥം. ആ സത്യമറിയാതെ പരമാർത്ഥജ്ഞാനമില്ലാത്തവനായി മൂഢനായി ഭവിക്കട്ടെ. പശുദൃഷ്ടി തന്നെ ആയിരിക്കട്ടെ. അല്ലേ? ഈ ദക്ഷന് ഇപ്പോഴുള്ളത് പശുദൃഷ്ടിയാണ്, ചിന്തിക്കാൻ കഴിവില്ല. അതുകൊണ്ട് തന്നെ അവൻ പശുദൃഷ്ടിയായി തന്നെ ഇരിക്കട്ടെ എന്ന് ശപിച്ചു നന്ദികേശ്വരൻ. അതുതന്നെയാണ് ഈ ദക്ഷന്റെ തല പോയി ആട്ടിന്റെ തല വെക്കാൻ യോഗം ഉണ്ടായത്. ഇവന് മനുഷ്യന്റെ തലയുണ്ടായിട്ട് കാര്യമില്ല, അത് യൂസ് ചെയ്യാൻ അറിയുന്നില്ല. അതിന് ഏത് പശുവിന്റെ തലയായാലും കുഴപ്പമില്ല. ആട്ടിന്റെയോ പട്ടിയുടെയോ പൂച്ചയുടെ തല വെച്ചിട്ട് അത്രയേ ഉള്ളൂ ഇവനെ കൊണ്ട് കാര്യം. ഇതൊരു സൂചന തന്നെയാണ്, നമ്മൾക്കൊക്കെ ഉള്ള സൂചന തന്നെയാണ്. നമ്മളൊക്കെ മനുഷ്യന്റെ തല കിട്ടിയിട്ട് അത് വേണ്ട പോലെ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ ആടിന് തുല്യം തന്നെയാണ്, അല്ലെങ്കിൽ പശുക്കൾക്ക് തുല്യമാണ്. ആഹാര നിദ്ര ഭയമൈഥുനാദികളിൽ മാത്രം രമിച്ചുകൊണ്ട് ധർമ്മബോധമോ മോക്ഷ താല്പര്യമോ ഇല്ലാതെ മൂഢന്മാരായി ഈ പൊട്ടക്കിണറ്റിൽ തന്നെ കിടക്കുന്ന ജന്തുക്കൾ അവർ പശു തുല്യർ തന്നെയാണ്. അപ്പൊ മനുഷ്യന്റെ തല കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല, അവൻ ആടിന്റെ തലയായാലും മതി. അവന്റെ വരും ജന്മങ്ങളും ഇതുപോലെ ആടോ പശുവോ പൂച്ചയോ പട്ടിയോ ഒക്കെ ആയിട്ട് തീരും. ഇപ്പോഴേ അവൻ പശുവാണ്, പിന്നെന്താ? അതാണ് ഇതിന്റെ സൂചന. യേതന്മർത്യമുദ്ദിശ്യ ഭഗവത്യപ്രതിദ്രുഹി ദ്രുഹ്യത്യജ്ഞഃ പൃഥഗ്ദൃഷ്ടിഃ തത്വതോ വിമുഖോ ഭവേത് ഗൃഹേഷു കൂടധർമ്മേഷു സക്തോ ഗ്രാമ്യസുഖേച്ഛയാ കർമ്മതന്ത്രം വിതനുതാം വേദവാദ വിപന്നധീഃ. കൂടധർമ്മേഷു ഗൃഹേഷു സക്തഃ. കൂടധർമ്മം എന്ന് പറഞ്ഞാൽ കപടധർമ്മം. എന്ത്? ഗൃഹം. ഗൃഹങ്ങളിൽ സക്തഃ തൽപരനായിട്ട്. അപ്പൊ ഗൃഹങ്ങളിൽ സക്തൻ എന്ന് പറഞ്ഞാൽ ഭാര്യ, മക്കള്, ഗൃഹസുഖങ്ങള്, ഭൗതിക സുഖങ്ങള്, ഇവയിലൊക്കെ മുഴുകിക്കഴിയുമ്പോൾ പിന്നെ എന്താവുന്നു? കൂടധർമ്മങ്ങളായി മാറും. വെച്ചാൽ എങ്ങനെയെങ്കിലും സുഖിക്കണം, തനിക്ക് സുഖിക്കണം, തൻ്റെ ദേഹത്തെ സുഖിപ്പിക്കണം, തന്നെ സുഖിപ്പിക്കുന്ന ഭാര്യയെയും മക്കളെയും സുഖിപ്പിക്കണം, അവർക്ക് പ്രിയപ്പെട്ട ബന്ധുക്കളെ സുഖിപ്പിക്കണം. ഇങ്ങനെ തനിക്കും തന്നെ ആശ്രയിക്കുന്നവരെയും തനിക്ക് സുഖം തരുന്നവരെയും ഒക്കെ സുഖിപ്പിക്കാനായിക്കൊണ്ട് കള്ളത്തരങ്ങൾ ചെയ്യും. അതുതന്നെയാണ് കൂടധർമ്മം. കപടധർമ്മങ്ങൾ. ധനം സമ്പാദിക്കാനും സുഖം അനുഭവിക്കാനും വേണ്ടി ഏത് കൊള്ളരുതായ്മകൾ ചെയ്യാനും മടിയില്ലാത്തവരായിത്തീരും ഗൃഹത്തിൽ ആസക്തരായി കഴിഞ്ഞാൽ. ഗൃഹസ്ഥാശ്രമം എന്നൊന്നും പറയാൻ പറ്റില്ല അതിന്. ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ കുചേലനെ പോലെ ഇരിക്കണം. അപ്പൊ ഇവിടെ ദക്ഷൻ പ്രജാപതിയായിരുന്നിട്ട് പോലും തന്റെ ജ്യേഷ്ഠന്മാരായ അത്രി, അങ്കിരസ്, വസിഷ്ഠൻ, പുലഹൻ, പുലസ്ത്യൻ, ക്രതു മുതലായവരിൽ നിന്നൊന്നും പഠിച്ചില്ല. മാതൃക അവരെ കണ്ട് പഠിച്ചില്ല. കർദമ പ്രജാപതിയുടെ ഗാർഹസ്ഥ്യം ഒന്നും കണ്ടില്ല. അവർക്ക് വിരുദ്ധനായിട്ടുള്ള ഒരു പ്രജാപതിയായിരുന്നു ദക്ഷൻ. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രാജാപത്യധർമ്മം മറന്നുകൊണ്ട്, ഗൃഹസ്ഥാശ്രമധർമ്മം മറന്നുകൊണ്ട് ഗൃഹത്തിൽ ആസക്തനായി, സുഖഭോഗങ്ങളിൽ ആസക്തനായി,
ദേഹത്തിൽ അഭിമാനിക്കുന്നവനായി, ഭൗതിക സുഖങ്ങളിൽ രമിക്കുന്നവനായി ഇപ്പോഴുള്ള ഗൃഹസ്ഥന്മാരെ പോലെ ആയിത്തീർന്നു. ആര്? ദക്ഷൻ. ഇപ്പോഴുള്ള ഗൃഹസ്ഥന്മാർ എല്ലാവരും അല്ല, ഇപ്പോഴുള്ള 99% ഗൃഹസ്ഥന്മാരെ പോലെ. അപ്പോ ഒരു ഗൃഹസ്ഥൻ, ഒരു പ്രജാപതി എങ്ങനെ ആവരുത് എന്നതിൻ്റെ മാതൃകയാണ് ദക്ഷൻ. എങ്ങനെ ആവണം എന്നുള്ളതാണ് മറ്റ് ജ്യേഷ്ഠന്മാരായ പ്രജാപതിമാര്. പ്രാജാപത്യ ധർമ്മം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ മുതലായ പ്രജാപതിമാർ ജീവിച്ച് കാണിച്ചത്. അങ്ങനെയല്ലാതെ അതിന് വിരുദ്ധമായി ജീവിച്ച ദക്ഷൻ എന്നെ പോലെ ആവരുത് എന്ന് ലോകത്തിനെ കാണിച്ചു തരികയാണ്. ദക്ഷനെ പോലെ ആവരുത്, ദക്ഷനെ പോലെ ആവാനുള്ളതല്ല ജീവിതം. എന്നാൽ ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്ന ഭൂരിപക്ഷം പേരും ദക്ഷന്മാരാണ്, പൊങ്ങച്ചക്കാരാണ്, ഓവർ സ്മാർട്ടാണ്, ദേഹാഭിമാനികളാണ്, മറ്റുള്ളവരെ പുച്ഛിക്കുന്നവരാണ്. തൻ്റെ പൊങ്ങച്ചത്തിനനുസരിച്ച് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കണം. മകൾക്ക് സുഖമുണ്ടോ, സന്തോഷമുണ്ടോ, അവൾക്ക് ഇഷ്ടമുണ്ടോ എന്ന് നോക്കണ്ട. മകളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിക്കൊണ്ട് തൻ്റെ പൊങ്ങച്ചത്തിന്, സ്റ്റാറ്റസിന് അനുസരിച്ചുള്ള ആളെ തെരഞ്ഞെടുക്കണം. എന്നാൽ നമ്മുടെ മനു അതാണോ കാണിച്ചു കൊടുത്തത്? സ്വയംഭുവ മനു തൻ്റെ മകളായ ദേവഹൂതിയെ കർദമ പ്രജാപതിക്ക് കൊണ്ടുകൊടുക്കുമ്പോൾ പൊങ്ങച്ചം നോക്കിയിട്ടാണോ കൊടുത്തത്? സ്റ്റാറ്റസ് നോക്കിയിട്ടാണോ കൊടുത്തത്? തൻ്റെ മകളുടെ സന്തോഷം, തൻ്റെ മകൾക്കിഷ്ടം കർദമ പ്രജാപതിയെയാണ്, അദ്ദേഹത്തെ പോലൊരു താപസനെയാണ് എന്ന് അവൾക്കിഷ്ടമായപ്പോൾ അവളുടെ ഇഷ്ടത്തിന് വഴങ്ങി, അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് സന്തോഷമായിട്ട് ആ കർദമ പ്രജാപതിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. പൊങ്ങച്ചം നോക്കിയില്ല, സ്റ്റാറ്റസ് നോക്കിയില്ല. അതിന് വിരുദ്ധമാണ് ആര്? ദക്ഷൻ. അപ്പൊ നമ്മൾ ഈ കഥയിൽ നിന്ന് പഠിക്കേണ്ടത് ദക്ഷനാവരുത്, 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 ദക്ഷനാവരുത്. മനുവാകുക, കർദമനാകുക, മരീചിയാകുക, അത്രിയാകുക, അങ്കിരസ്സാവുക, വസിഷ്ഠനാകുക, ക്രതുവാകുക, പുലഹനാകുക, പുലസ്ത്യനാവുക. ആ മഹാത്മാക്കളെ മാതൃകയാക്കുക, ഈ മൂഢനെ മാതൃകയാക്കാതിരിക്കുക. എന്നാൽ ഇന്നത്തെ സമൂഹം മറിച്ചാണ് മാതൃകയാക്കിയിരിക്കുന്നത്. ദക്ഷന്മാരാണ് ഇന്നത്തെ സമൂഹം. തിരിച്ചറിയുക. നിങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലും കാണാം ദക്ഷന്മാര് ധാരാളം. അങ്ങനെയാണോ എന്ന് ചിന്തിക്കുക. നമ്മളൊക്കെ ദക്ഷന്മാരാണോ? ദക്ഷന്മാരുടെ കൂട്ടത്തിലാണോ? അപ്പൊ കൂടധർമ്മേഷു ഗൃഹേഷു കപടധർമ്മങ്ങൾ നിറഞ്ഞ, കാപട്യങ്ങൾ നിറഞ്ഞ, വഞ്ചനകൾ നിറഞ്ഞ, പരസ്പരം പാരവയ്ക്കുന്ന, പരദൂഷണം പറയുന്ന, കള്ളം പറയുന്ന, മറ്റുള്ളവരുടെ മുതലിന് മോഹിക്കുന്ന, അപഹരിക്കുന്ന ഗൃഹത്തിൽ സക്തനായിട്ടുള്ളവൻ, ഗ്രാമ്യ സുഖേച്ഛയാ, ഗ്രാമ്യ വിഷയങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് പ്രാകൃത വിഷയങ്ങളുടെ സുഖത്തിന് വേണ്ടി, ഭൗതിക സുഖത്തിന് വേണ്ടി വേദവാദ വിപന്നധീഹി കർമ്മതന്ത്രം വിതനുതാം. ഒരു ശാപം. വേദവാദ വിപന്നധീഹി, വേദവാദം കൊണ്ട് ആപത്തിനെ പ്രാപിച്ച, നശിച്ച ബുദ്ധി കൊണ്ട് കർമ്മതന്ത്രത്തെ വിതനുതാം, കർമ്മതന്ത്രങ്ങളെ വിസ്തരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്? വേദങ്ങളിൽ സ്വർഗകാമോ യജേത, വിത്തകാമോ യജേത, പുത്രകാമോ യജേത എന്നൊക്കെ വാക്യങ്ങളുണ്ട്. നിങ്ങൾക്ക് സ്വർഗം വേണോ, യജ്ഞം ചെയ്യുവിൻ. ധനം വേണോ, യജ്ഞം ചെയ്യുവിൻ. പുത്രന്മാർ വേണോ, യജ്ഞം ചെയ്യുവിൻ. എങ്ങനെയൊക്കെ വേദം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള
വേദവാദരഥന്മാരായിട്ടുള്ള പുരോഹിതന്മാരുടെ വാക്കുകേട്ട് യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യവിഭശ്ചിതഃ വേദവാദരഥാഃ പാർത്ഥ നാന്യതസ്തീതി വാദിനഃ കാമാത്മാനഃ സ്വർഗപരാഃ ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുളാം ഭോഗൈശ്വര്യഗതിം പ്രതി ഭോഗൈശ്വര്യപ്രസക്താനാം തയാ ബഹൃതചേതസാം വ്യവസായാത്മികാ ബുദ്ധിഃ സമാധൗ ന വിധീയത്തെ. ഗീതയില് ഭഗവാൻ വേദത്തിലെ കർമ്മകാണ്ഡത്തെ പരിഹസിച്ചുകൊണ്ട് പറയുന്ന വചനങ്ങളാണിത്. അതുതന്നെയാണ് ഇവിടെ ദക്ഷനെ പിടികൂടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ദക്ഷന് കിട്ടിയ ശാപം. നീ വേദവാദങ്ങളിൽ ബുദ്ധികെട്ടവനായിട്ട്, ഭ്രമിച്ചവനായിട്ട്, നഷ്ടപ്പെട്ട ബുദ്ധിയോടുകൂടിയവനായിട്ട്, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളെ വിസ്തരിക്കുന്നവനായി, കർമ്മകാണ്ഡിയായി തീരട്ടെ എന്നുള്ള ശാപം. വാസ്തവത്തിൽ ഈ ശ്രീമദ് ഭാഗവതത്തിലെ തൃതീയ ചതുർത്ഥ സ്കന്ധങ്ങളുടെ സാരം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായത്തിലെ 46-ാം ശ്ലോകമാണ്. ഭഗവത്ഗീത 18:46. യതഃ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തദം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. യതഃ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തദം. യതഃ യാതൊന്നിൽ നിന്നാണ്, പ്രവൃത്തി ഉൽപ്പത്തി, സൃഷ്ടി ജനനം, ആരുടെ? ഭൂതാനാം, ഈ കാണുന്ന ചരാചരാത്മകമായ പ്രപഞ്ചത്തിന്റെ. അപ്പോ എവിടെ നിന്നാണോ, ആരിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉൽപ്പന്നമായത്? യേന സർവമിദം തദം, ഏതൊന്നിനാലാണോ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കപ്പെട്ടിരിക്കുന്നത്? ഈ പ്രപഞ്ചം മുഴുവൻ ഏതൊന്ന് നിറഞ്ഞിരിക്കുന്നുവോ, വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ? ആരാണത്? നാരായണൻ, വിഷ്ണു എന്നൊക്കെ വിളിക്കാം, ബ്രഹ്മം എന്ന് വിളിക്കാം. യതോ വാ ഇമാനി ഭൂതാനി ജായന്തെ ഏന ജാതാനി ജീവന്തി യത് പ്രയന്ത്യഭിസംവിശന്തി എന്നൊക്കെ വേദം പറയുന്നു. അഹമേവാസമേവാഗ്രേ നാന്യത് സദസത്പരം പശ്ചാദഹം യദേതച്ച യോവശിഷ്യേതസോസ്മ്യഹം എന്ന് ഭാഗവതം പറയുന്നു. ജന്മാദ്യസ്യ യതഃ എന്ന് ബ്രഹ്മസൂത്രാദികളും ഭാഗവതത്തിലെ പ്രഥമ ശ്ലോകവും പറയുന്നു. ആ വസ്തുവിനെയാണ് തൃതീയ സ്കന്ധത്തിൽ സർഗത്തിലൂടെ കാണിച്ചു തന്നത്. ഈ പ്രപഞ്ചം ഏതൊന്നിൽ നിന്ന് ഉത്ഭവിച്ചു? ഈ പ്രപഞ്ചത്തിന്റെ കാരണനായ, നാഥനായ ഈശ്വരനെ നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് അർച്ചിച്ചുകൊണ്ട് സ്വകർമ്മണ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. സ്വന്തം കർമ്മങ്ങളെ കൊണ്ട് അവനവന് വന്നു ചേർന്നിരിക്കുന്ന സ്വധർമാനുഷ്ഠാനം ആ ഈശ്വരനുള്ള പൂജയാക്കി മാറ്റി അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചുകൊണ്ട് ചിത്തശുദ്ധി നേടി ആത്മജ്ഞാനത്തിന് അർഹരായി തീരുകയാണ് ഓരോ മനുഷ്യരും ചെയ്യേണ്ടത്. സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. അവനവന്റെ കർമ്മങ്ങളെ കൊണ്ട് ആ ഈശ്വരനെ ആരാധിച്ച് സിദ്ധിയെ പ്രാപിക്കുന്നു മനുഷ്യജന്മമെടുത്തവർ. ആ സിദ്ധി പ്രാപിക്കാനുള്ളതാണ് ഈ മനുഷ്യജന്മം. അതിനായി ഉപയോഗിക്കാതെ ദക്ഷന്മാരായി അധപ്പതിക്കുന്നു, കർദമന്മാരായി തീരുന്നില്ല, മനുക്കളായി തീരുന്നില്ല, അത്രികളായി തീരുന്നില്ല. ആ പ്രജാപതിമാരുടെ ചരിത്രം മര്യാദയ്ക്ക് പഠിക്കുന്നില്ല. ശ്രേഷ്ഠന്മാരായ പ്രജാപതിമാരുടെ ചരിത്രമാണ് നമ്മൾ പഠിക്കേണ്ടത്.
കർദമൻ്റെയും അത്രിയുടെയും വസിഷ്ഠൻ്റെയും അതുപോലെയുള്ളതായിട്ടുള്ള മഹാത്മാക്കളുടെയൊക്കെ ചരിത്രമാണ് പഠിക്കേണ്ടത്. അവരെയാണ് നമ്മൾ അനുകരിക്കേണ്ടത്. അല്ലാതെ ദക്ഷന്മാരെ അല്ല. ദക്ഷനെ പോലെ ആവരുത്, അധപ്പതിക്കരുത്, നശിച്ചു പോകരുത്, കർമ്മകാണ്ഡത്തിൽ മുഴുകി കണ്ണു കാണാതെ ആവരുത്, കർമ്മടന്മാരായി തീരരുത്, ദേഹാഭിമാനികളും സുഖലോലുപന്മാരുമായി അധപ്പതിക്കരുത്, നശിക്കരുത്. ഇതാണ് ഈ ശാപത്തിൻ്റെയൊക്കെ താല്പര്യം. ഗൃഹേഷു കൂടധർമ്മേഷു സക്തോ ഗ്രാമ്യ സുഖേച്ഛയ കർമ്മതന്ത്രം വിതനുതാം വേദവാദ വിപന്നതീഹി. വേദവാദം കൊണ്ട് ഭ്രമിച്ച ബുദ്ധിയോടുകൂടിയവനായിട്ട് വൈദിക കർമ്മങ്ങളിൽ കുടുങ്ങിക്കിടക്കട്ടെ ഈ മൂഢൻ, വിഷയസുഖങ്ങൾ അനുഭവിക്കുവാൻ. അപ്പോ നമ്മൾക്ക് ഈ ശാപം കിട്ടാതിരിക്കട്ടെ, ഈ ശാപം നമുക്ക് കിട്ടാതിരിക്കട്ടെ. അതിനുള്ള വിവേകം, പാകത നമുക്കുണ്ടാവട്ടെ. ഇതാണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്. ബുദ്ധ്യാ പരാവിദ്യായിന്യ വിസ്മൃതാത്മഗതി പശു സ്ത്രീകാമഃ സോസ്ത്വതിതരാം ദക്ഷോ ബസ്തമുഗോജിരാത്. ബുദ്ധ്യാ പരാഭിദ്യായിന്യ വിസ്മൃതാത്മഗതി പശു സ്ത്രീകാമസ്സോസ്തിത അതിതരാം ദക്ഷോ ബസ്തമുഗോജിരാത്. ദക്ഷഃ പരാവിദ്യായിന്യ ബുദ്ധ്യാ വിസ്മൃത ആത്മഗതി. ഈ ദക്ഷൻ പരാവിദ്യായിന്യ ബുദ്ധ്യാ, പര അവിദ്യായിനി എന്ന് പറഞ്ഞാൽ അന്യമായ വസ്തുക്കളെ അഥവാ ദേഹാദികളെ ശ്രേഷ്ഠമെന്ന് കരുതുന്ന, ദേഹാദികളാണ് ശ്രേഷ്ഠമെന്ന് ധ്യാനിക്കുന്ന ബുദ്ധി കൊണ്ട് വിസ്മൃത ആത്മഗതി, ആത്മസ്വരൂപം ആത്മതത്വം വിസ്മരിച്ചവനായിരിക്കുന്നു. ഭൗതിക ദൃഷ്ടി കൊണ്ട് അവന് ആത്മീയ ദൃഷ്ടി നഷ്ടപ്പെട്ടിരിക്കുന്നു. ആത്മാവിനെക്കുറിച്ച് മൂഢനായിരിക്കുന്നു, ദേഹാദികളിൽ ഭ്രമിച്ചിരിക്കുന്നു. അതാണ് വിസ്മൃത ആത്മഗതി, ആത്മാവിന്റെ തത്വം മറന്നവനായി. അതിതരാം സ്ത്രീകാമഃ പശുഃ ബസ്തമുഖഃ അചിരാത് അസ്തു. അതിതരാം സ്ത്രീകാമഃ, നല്ലതുപോലെ സ്ത്രീകളിൽ ആഗ്രഹമുള്ളവനും, പശുഹു പശുപ്രായനും, മൃഗത്തെ പോലെ ഇരിക്കുന്നവനും, ബസ്തമുഖഃ, ബസ്തം എന്ന് പറഞ്ഞാൽ ആടാണ്, ആടിന്റെ മുഖമുള്ളവനായി തീരട്ടെ. അചിരാത്, അധികം താമസിയാതെ, അസ്തു ഭവിക്കട്ടെ. അപ്പൊ ഇവൻ ദേഹാഭിമാനിയായി ആത്മവിസ്മൃതിയിലാണ്ട് ആത്മതത്വം മറന്ന് നല്ലതുപോലെ സ്ത്രീകാമനും പശുപ്രായനുമായിരിക്കുന്നു. ഇങ്ങനെയുള്ളവൻ ആട്ടിന്റെ തലവെച്ച് നടക്കാനിടയാവട്ടെ എന്ന് തന്നെയാണ് അർത്ഥം. ബസ്തമുഖനായി ഭവിക്കട്ടെ, ആടിന്റെ മുഖത്തോടു കൂടിയവനായി ഭവിക്കട്ടെ. അപ്പൊ നമ്മളും നല്ല മനുഷ്യ ശരീരവും മനുഷ്യ ബുദ്ധിയും ഒക്കെ കിട്ടിയിട്ട് അതുകൊണ്ട് വിചാരം ചെയ്യേണ്ടത് ചെയ്യാതെ, ആത്മസ്വരൂപത്തെക്കുറിച്ച് വിചാരം ചെയ്യാതെ, സത്യാന്വേഷണം ചെയ്യാതെ, ഇന്ന് ഉച്ചയ്ക്ക് എന്താ വേണ്ടത്, രാത്രിക്ക് ഡിന്നറിന് എന്താ വേണ്ടതെന്ന് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബുദ്ധിയെ അല്ലേ, നമ്മൾ ബുദ്ധി ഉപയോഗിക്കുന്നത് നമ്മുടെ രാത്രിക്ക് ഡിന്നറിന് എന്താ വേണ്ടത്, ഉച്ചയ്ക്ക് ലഞ്ചിന് എന്താ വേണ്ടത്, നാളേക്ക് എന്താ വേണ്ടത്, പിന്നെ വേറെ ഏതൊക്കെയാ സുഖഭോഗങ്ങൾ, വൈകിട്ടെന്താ പരിപാടി, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു ഈ ബുദ്ധി കൊണ്ട്. അത്രമാത്രം ആ ബുദ്ധിയെ നിസാര കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. കള്ളുകുടിച്ച് ദിവസവും കള്ളുകുടിക്കുന്നതായിട്ടുള്ള ആളുകളുടെ ബുദ്ധി പ്രവർത്തിക്കുകയില്ല. അവരുടെ ബുദ്ധി ആകെ കൂടി പ്രവർത്തിക്കുന്നത് എത്രയും വേഗം കള്ള് ഷാപ്പിലെത്തണം, ആ ക്യൂവിലെത്തി തനിക്ക് ആവശ്യമുള്ള ബോട്ടിൽ വാങ്ങിക്കണം. അതുതന്നെയാണ് അവർ രാവിലെ എഴുന്നേറ്റ് അവരുടെ ബുദ്ധി ട്യൂൺ ചെയ്യുന്നത്.
അതിനുള്ള കാശ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ. ആ കുപ്പി വാങ്ങിക്കാനുള്ള കാശ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. അത് തികഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണിയൊന്നുമില്ല. കയ്യിൽ കാശ് കിട്ടിക്കഴിഞ്ഞു, താൻ ഉദ്ദേശിച്ച കുപ്പി വാങ്ങിക്കാൻ തികയും എങ്കിൽ പിന്നെ അവൻ ഒരു യന്ത്രം പോലെ നടക്കുകയായി ആ ക്യൂവിലേക്ക്. അവിടെ ചെന്ന് നല്ല അച്ചടക്കത്തോടെ ഒരു യന്ത്രം പോലെ തന്നെ, റോബോട്ടിനെ പോലെ തന്നെ ആ ക്യൂവിൽ നിന്ന് തൻ്റെ ഉദ്ദേശിച്ച സാധനവും വാങ്ങിച്ചു വന്ന് അതും അങ്ങോട്ട് അടിച്ച് ബോധമില്ലാതെ കിടന്നാൽ സമാധാനമായി. ഇങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളുടെയും ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തലത്തിലേക്കാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഈ കേരളത്തെ ആക്കി തീർത്തത്. അവർ ഇലക്ഷന് മുമ്പ് പ്രസംഗിച്ചത് ഞങ്ങൾ മദ്യത്തിന്റെ ലഭ്യത ഇല്ലാതെയാക്കും. ഓരോ നേതാക്കന്മാരുടെയും പഴയ പ്രസംഗങ്ങൾ ഇപ്പോഴും അവൈലബിൾ ആണ്. ഞങ്ങൾ ക്രമത്തിൽ കേരളത്തിൽ എല്ലാവരെയും മദ്യത്തിൽ നിന്ന് മുക്തരാക്കും, ബോധവൽക്കരണം നടത്തും, മദ്യലഭ്യത ഇല്ലാതെയാക്കും എന്ന് പറഞ്ഞ് അധികാരത്തിലേറുമ്പോൾ കേരളത്തിൽ 32 ബാറുകളെ ആകെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 624 ബാറുകളായി തീർന്നു. അതുപോലെ മറ്റ് ഔട്ട്ലെറ്റുകളും. ബാറുകളുടെ മാത്രം എണ്ണമാണിപ്പോൾ 6 കൊല്ലം കൊണ്ട് 624 ഉയർത്തിയത് ഈ കള്ളന്മാര്. കാരണം അവർക്ക് വോട്ട് കിട്ടണമെങ്കിലും അവർക്ക് നിലനിന്ന് പോരണമെങ്കിലും ഇവിടെയുള്ള മൂഢജനങ്ങൾ ചിന്തിക്കരുത്, അവർക്ക് ചിന്തിക്കാൻ ശേഷി ഉണ്ടാവരുത്. അവർക്ക് ആകെ കൂടി ചിന്തിക്കാൻ പറ്റുന്നത് കള്ളുഷാപ്പിനെ കുറിച്ചും ബോട്ടലിനെ കുറിച്ചും മാത്രമായിരിക്കണം. അങ്ങനെ അവരുടെ ചിന്താശേഷിയെ ഇല്ലാതെയാക്കി, ഡള്ളാക്കി, ഉറക്കി കിടത്തിയിരിക്കുകയാണ്. ഈ കേരളീയരായിട്ടുള്ള തൊഴിലാളി വർഗത്തെ മുഴുവൻ ഉറക്കി കിടത്തിയിരിക്കുകയാണ് ഈ തൊഴിലാളി വർഗങ്ങളുടെ ഉന്നമനത്തിനായിട്ടുണ്ടായിട്ടുള്ള പാർട്ടി. എന്തുന്നമനമാണ് ഇവരുണ്ടാക്കിയത് തൊഴിലാളി വർഗത്തിന്? അവരുടെ ജീവിത നിലവാരം ഉയർത്തിയോ? കൂലി ഉയർത്തി കള്ളു കുടിക്കാനുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടി. ജീവിത നിലവാരമൊന്നും മാറിയില്ല, കൂലി നല്ലോണം കൂട്ടി. അപ്പോ മൂഢജനങ്ങൾ, മനുഷ്യ ശരീരം കിട്ടിയിട്ട് നശിപ്പിച്ച് കളയുന്നവർ എന്ന് പറയാം. അവർക്കൊക്കെ വല്ല ആടിന്റെയോ പശുവിന്റെയോ പോത്തിന്റെയോ കഴുതയോടോ ജീവിതം മതിയായിരുന്നു, ഇതിനേക്കാൾ സുഖമായിരുന്നു. ബുദ്ധ്യാ പരാവിദ്യായിന്യ വിസ്മൃതാത്മഗതി പശു സ്ത്രീകാമഃ സോസ്തു അതിതരാം ദക്ഷോ ബസ്തമുഖോ അചിരാത് വിദ്യാബുദ്ധിരവിദ്യായാം കർമ്മമയ്യാം അസൗ ജഡഃ സംസരന്തിഹയേ ചാമം അനുസർവാവമാനിനം. ഇനി ദക്ഷന്റെ കൂടെ സർവനെ അവമാനിച്ചതായിട്ടുള്ള ആളുകൾക്കുള്ള ശാപം. അല്ലെങ്കിൽ ആദ്യം ബസ്തമുഖനാകാനുള്ള കാരണം പറയുകയാണ്. വിദ്യാബുദ്ധി അവിദ്യായാം കർമ്മമയ്യാം അസൗ ജഡഃ. അസൗ ജഡഃ, ഈ മൂഢൻ, ഈ ജഡൻ. കർമ്മമയ്യാം അവിദ്യായാം വിദ്യാബുദ്ധി, കർമ്മമയമായിരിക്കുന്ന, കർമ്മപ്രചുരമായിരിക്കുന്ന അവിദ്യാമാർഗത്തിൽ, ഭൗതിക മാർഗത്തിൽ, അജ്ഞാന മാർഗത്തിൽ, സുഖഭോഗങ്ങളിൽ വിദ്യാബുദ്ധിയായിരിക്കുന്നു. അതാണ് സ്മാർട്ട്. ഈ ലോകത്തിലെ പരമാവധി സുഖഭോഗങ്ങൾ സമ്പാദിക്കലാണ് സ്മാർട്ട്നെസ് എന്ന് കരുതിയവന്മാരാണ് ദക്ഷന്മാര്. ഈ കർമ്മം കൊണ്ട് എന്താ നേടുന്നത്? കർമ്മം കൊണ്ട് സുഖഭോഗങ്ങളാണ്. അപ്പൊ സുഖഭോഗങ്ങൾ നേടലാണ് ജീവിത ലക്ഷ്യം എന്ന് കരുതുന്ന, അതാണ് ഇവിടെ അവിദ്യയിൽ വിദ്യാബുദ്ധി, മൂഢത്തരത്തിൽ വിദ്യയാണെന്ന് കരുതിക്കൊണ്ട് ഇരിക്കും. ഇതാണ് ജ്ഞാനം എന്ന് കരുതിയിരിക്കുന്നവൻ. വിദ്യാബുദ്ധിയായിരിക്കുന്ന ഇവൻ അജ്ഞനാണ്, ജഡനാണ് എന്ന് പറഞ്ഞതിന് ശേഷം സർവാവമാനിനം അമും അനുയേ തേ ഇഹ സംസരന്തു. സർവനെ അവമാനിച്ചവരായിട്ടുള്ള ഇവനെ അമും അനു ഏ അനു, യാവരാണോ അനുവർത്തിച്ചത്, ഇവനെ ആരാണോ അനുകൂലിച്ചത്,
അവരും തേ ഇഹ സംസരന്തു, അവരും ഇവിടെ സംസാരത്തെ പ്രാപിക്കട്ടെ, സംസാരികളായി ഭ്രമിക്കട്ടെ, ഈ ലോകത്തിൽ ജനനമരണ ദുഃഖ പരമ്പരകളെ വീണ്ടും വീണ്ടും അനുഭവിക്കട്ടെ. അപ്പൊ ദക്ഷപക്ഷത്തിലുള്ള ദക്ഷനെ അനുകൂലിച്ച ആളുകൾക്കുള്ള ശാപമാണ് രണ്ടാമത്തെ വരി. സംസരന്തിഹയേ ചാമും അനുശർവാവമായിനം അനുമാനിനം അവമാനിനം. ശർവനെ അവമാനിച്ചപ്പോൾ ഇവന്റെ പിന്നാലെ നിന്നവരാരൊക്കെയാണോ അവരും സംസാരികളായി തീരട്ടെ. ഗിരഹ ശ്രുതായാഹ പുഷ്പിണ്യ മധുഗന്ധേന ഭൂരിണ മദ്നാച ഉന്മദിതാത്മാനഃ സമ്മുഹ്യന്തു ഹരദ്വിഷഃ. ഹരദ്വിഷഃ, ഹരനെ ദ്വേഷിച്ചവർ സമ്മുഹ്യന്തു, സമ്മോഹിക്കട്ടെ. ഭഗവാനെ മഹാദേവനെ ദ്വേഷിച്ചവർ ഈ സംസാരത്തിൽ മോഹിതരായി തീരട്ടെ, വേദവാക്കുകളിൽ ഭ്രമിക്കട്ടെ. ശ്രുതായാഹ പുഷ്പിന്യാഹ ഗിരഹ, ശ്രവിച്ചതായിട്ടുള്ള പുരോഹിതന്മാരിൽ നിന്ന് കേട്ടതായിട്ടുള്ള പുഷ്പിന്യാഹ ഗിരഹ, പുഷ്പസ്ഥാനത്ത് പൊടുപ്പും തൊങ്കലും വെച്ചിരിക്കുന്ന വാക്കുകളുടെ ഭൂരിണ മധുഗന്ധേന, വർദ്ധിച്ചതായിട്ടുള്ള ആ തേനിന്റെ ഗന്ധം കൊണ്ട് ആകർഷിക്കപ്പെട്ടിട്ട് മദ്ന ഉന്മദിതാത്മാനഃ, കടകോൽ കൊണ്ട് ഉന്മദിക്കപ്പെട്ട കലങ്ങി മറിയപ്പെട്ട മനസ്സോടുകൂടിയവരായിട്ട് മോഹിതരായി തീരട്ടെ. എന്ന് പറഞ്ഞാല് വേദങ്ങളിലെ പുഷ്പിതങ്ങളായ വാക്കുകൾ കേട്ട് ഭ്രമിച്ച് അതിന്റെ സുഗന്ധം നുകർന്ന് മനസ്സ് മതിച്ചവരായിട്ട് അവിടെ ഓടുന്നു, ഇവിടെ ഓടുന്നു, ആ കർമ്മം ചെയ്യുന്നു, ഈ കർമ്മം ചെയ്യുന്നു, ഏത് കർമ്മം ചെയ്താലാണ് കൂടുതൽ സുഖം എന്ന് പരിഭ്രമിച്ചുകൊണ്ട് തെക്കും വടക്കും ഓടിക്കൊണ്ടിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് നെട്ടോട്ടം കുറിയോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നു, ദിവസങ്ങളോളം ഓടിക്കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും കിട്ടിയോ, എവിടെയെങ്കിലും എത്തിയോ ഈ ഓട്ടം കൊണ്ട്? ചോദിച്ചാൽ ഇനിയും ഓടാനുണ്ട്. ഇന്ന് ഞാൻ ഇത്ര നേടി, നാളെ ഞാൻ ഇത്ര നേടും. ഇന്ന് ഞാൻ ഇതൊക്കെ പിടിച്ചടക്കി, നാളെ ഞാൻ ഇന്നതൊക്കെ പിടിച്ചടക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നെട്ടോട്ടവും കുറിയോട്ടവും ഓടിക്കൊണ്ടിരിക്കുകയാണ് മൂഢജനങ്ങൾ. അങ്ങനെ ഭ്രമിക്കട്ടെ ഈ മഹാദേവനെ നിന്ദിച്ച, ദക്ഷനെ അനുകൂലിച്ച ആരൊക്കെയുണ്ടോ അവരും തത്വമറിയാതെ സംസാരത്തിൽ ഭ്രമിക്കുന്നവരായി തീരട്ടെ, കർമ്മടന്മാരായി തീരട്ടെ എന്ന് നന്ദികേശ്വരന്റെ ശാപം. ഗിരഹ ശ്രുതായാഹ പുഷ്പിണ്യ മധുഗന്ധേന ഭൂരിണ മദ്നാച ഉന്മദിതാത്മാനഃ സമ്മുഹ്യന്തു ഹരദ്വിഷഃ സർവഭക്ഷാദ്വിജാവൃത്യൈ ധൃതവിദ്യാ തപോവ്രതാഃ വിത്തദേഹേന്ദ്രിയാരാമാഃ യാചകാ വിചരന്തിഹ. അങ്ങനെ കർമ്മടന്മാരായി തീർന്ന ബ്രാഹ്മണർ ദ്വിജാഹ സർവഭക്ഷാഹ, എന്തും തിന്നുന്നവരായും, വൃത്യൈ ധൃതവിദ്യാ തപോവ്രതാഃ, വൃത്തിക്കായിക്കൊണ്ട് ഉദരനിമിത്തം ഉപജീവനത്തിനായിക്കൊണ്ട് ധൃതവിദ്യാ തപോവ്രതാഃ, അവരുടെ വിദ്യയും തപസ്സും വ്രതങ്ങളുമെല്ലാം ഉപജീവനത്തിനായിക്കൊണ്ട് ഉപയോഗിക്കുന്നവരായി, വിത്തദേഹേന്ദ്രിയ ആരാമാഹ, ധനത്തിലും ദേഹത്തിലും ഇന്ദ്രിയങ്ങളിലും രമിക്കുന്നവരായി, യാചകാഹ ഇഹ വിചരന്തു, യാചകന്മാരായിട്ട് ഈ ലോകത്തിൽ സഞ്ചരിക്കട്ടെ എന്നാണ്. പുരോഹിത വർഗത്തെയാണ് ഇവിടെ ശപിക്കുന്നത്. ദ്വിജാഹ, ദക്ഷനെ അനുകൂലിച്ച പുരോഹിത വർഗം. സർവഭക്ഷാഹ, ആ പുരോഹിത വർഗം അധപ്പതിച്ചെന്നിപ്പോ എന്തും തിന്നുന്ന അവസ്ഥയിലേക്കായിട്ടുണ്ട്. അവരുടെ കഴിവുകളെല്ലാം ഉപയോഗിക്കുന്നത് ധനം സമ്പാദിക്കാനാണ്. വൃത്യൈ, വൃത്തിക്കായിക്കൊണ്ട് ഉപജീവന മാർഗത്തിനായിക്കൊണ്ട് അവരുടെ വിദ്യയും തപസ്സും വ്രതവും എല്ലാം ഉപയോഗിക്കുന്നു. എന്നിട്ട് ധനത്തിലും ദേഹത്തിലും ഇന്ദ്രിയങ്ങളിലും രമിക്കുന്നവരായിരിക്കുന്നു. യാചകന്മാരെ പോലെ കൈനീട്ടിക്കൊണ്ട് ഇരന്നുകൊണ്ട് കണക്ക് പറഞ്ഞുകൊണ്ട് പൗരോഹിത്യ വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ അയുധമാകിൽ ആശ്ചര്യമെന്നതും, ഇങ്ങനെ എത്രയുണ്ടായാലും 10 കാശിനു വേണ്ടി അല്ലെ മണ്ടും 18 കാതമെന്നാകിലും
4 ദക്ഷിണ കിട്ടുന്നുണ്ട് എവിടെയെങ്കിലും എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് എത്ര കാലം വേണമെങ്കിലും ഓടാനും തയ്യാറായിട്ട് ഇങ്ങനെ പൗരോഹിത്യത്തിൽ കർമ്മടന്മാരായി ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി ധനം സമ്പാദിക്കാൻ വേണ്ടി അതിൽ ഭ്രമിച്ചവരായി തീരട്ടെ ഈ കർമ്മടന്മാരായ ദ്വിജന്മാർ, ബ്രാഹ്മണന്മാർ എന്ന് നന്ദികേശ്വരന്റെ ശാപമുണ്ട്. ആ ശപിക്കപ്പെട്ട ആളുകളെ ഇന്നും നമുക്ക് ധാരാളം കാണാം, അല്ലേ? ദക്ഷന്റെ കൂട്ടത്തിൽപ്പെട്ടവരാണൊക്കെ ആഢ്യന്മാര്, അഭിമാനികള്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ വൈദിക ധർമ്മങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നറിയാതെ അവരുടെ ധനസമ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. തസ്യൈവം വദത ശാപം ശ്രുത്വാദിജകുലായ വൈ ഭൃഗുഃ പ്രത്യസൃജത് ശാപം ബ്രഹ്മദണ്ഡം ദുരത്യയം. തസ്യ ഏവം ശാപം വദതഃ ദ്വിജകുലായ ശ്രുത്വാ ഭൃഗുഃ പ്രത്യസൃജത് ശാപം ബ്രഹ്മദണ്ഡം ദുരത്യയം. ഇപ്പൊ ദ്വിജകുലായ ഈ പുരോഹിതന്മാരായ ബ്രാഹ്മണരുടെ നേർക്ക് ഏവം ശാപം വദതഃ തസ്യ, ഇപ്രകാരം ശാപത്തെ പറയുന്നവനായ തസ്യ എന്ന് പറയുമ്പോൾ ആ നന്ദികേശ്വരന്റെ ആ വചനത്തെ ശ്രുത്വ കേട്ടിട്ട്, നന്ദികേശ്വരന്റെ വാക്കുകൾ കേട്ട് ഭൃഗു എന്ന ആ ബ്രാഹ്മണോത്തമൻ, പ്രജാപതിമാരുടെ ഇടയിലുള്ള ഒരാളാണ് ഭൃഗു, നമ്മൾ കണ്ടതാണ്. ആ ഭൃഗു ദക്ഷന്റെ പക്ഷമാണ്. അദ്ദേഹത്തിന് അല്പഭേദബുദ്ധിയുണ്ട്. അദ്ദേഹത്തിന് മഹാദേവനോട് ഇത്തിരി ഒരു നിന്ദാഭാവമുണ്ട്. വൈഷ്ണവ പക്ഷപാതിയാണ്. വിഷ്ണുവിനെ മാത്രം ഈശ്വരനായി കാണുകയും മഹാദേവനോട് അല്പം നിന്ദാഭാവം കാണുകയും ചെയ്യുന്ന ഒരാളാണ് ഈ ഭൃഗു എന്ന് പറയുന്ന ഒരാൾ. അപ്പൊ അദ്ദേഹം ദക്ഷന്റെ പക്ഷത്ത് ചേർന്ന് അനുകൂലിച്ചുകൊണ്ട് ഈ പുരോഹിതന്മാർക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് നന്ദികേശ്വരനും അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ വന്ന ശിവഭൂതഗണങ്ങളെയും ശിവഭക്തന്മാരെയും ഒക്കെ ശപിക്കുകയാണ്. അതാണ് ഭൃഗുഃ ദുരത്യയം ബ്രഹ്മദണ്ഡം ശാപം പ്രത്യസൃജത്. ദുരത്യയം, അതിക്രമിക്കാൻ പറ്റാത്തത്, തടയാൻ പറ്റാത്തതായിട്ടുള്ള ബ്രഹ്മദണ്ഡം ശാപം. ബ്രഹ്മദണ്ഡം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആ ഒരു ശാപത്തെ പ്രത്യസൃജത്, പ്രതിപ്രയോഗിച്ചു. ദക്ഷപക്ഷത്തു നിന്ന് വാദിക്കാനായിക്കൊണ്ട് വക്കീലിനെ പോലെ ഭൃഗു എഴുന്നേറ്റു എന്നർത്ഥം. ആ ഭൃഗു നന്ദികേശ്വരന്റെ ശാപത്തിന് പ്രതിശാപമായിട്ട് ശിവഭക്തന്മാർക്ക് ശാപം വർഷിക്കുകയാണ്. ഭവവ്രതധരായേ ച താൻ സമനുവ്രതാഃ പാഖണ്ഡിനസ്തേ ഭവന്തു സച്ഛാസ്ത്രപരിപന്തിനഃ. യേ ഭവവ്രതധരാഃ യേ ച താൻ സമനുവ്രതാഃ. യേ യാവരാണോ ഭവവ്രതധരാഃ, ഭവവ്രതം, ഭവൻ ശിവനാണ്. അപ്പൊ ശിവവ്രതം, ശിവദീക്ഷ എന്നൊക്കെ പറയും. എല്ലാം ശിവനിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ശിവവ്രതം അല്ലെങ്കിൽ ശിവദീക്ഷ. സർവം ശിവാർപ്പണം, സർവം ശിവമയം എന്നിങ്ങനെ കരുതിക്കൊണ്ട് ശിവനിൽ സമർപ്പിതമായ ജീവിതം, അതാണ് ഭവവ്രതം. അത് ധരിച്ചിരിക്കുന്നവർ. അതുപോലെ ഏച താൻ സമനുവ്രതാഹ, ആരാണോ അവരെ അനുകരിക്കുന്നവർ, അനുസരിക്കുന്നവർ, ഈ ഭവവ്രതധരന്മാരെ പിന്തുടരുന്നവർ, അവരുടെ ഫോളോവേഴ്സ് ആയിരിക്കുന്നവരും. തേ സച്ഛാസ്ത്ര പരിപന്തിനഃ പാഖണ്ഡിനഃ ഭവന്തു. തേ അവര് സച്ഛാസ്ത്ര പരിപന്തിനഃ, സത്തായ ശാസ്ത്രത്തിന്റെ ശത്രുക്കൾ. പരിപന്തി എന്നാൽ ശത്രുവാണ്. അപ്പൊ ശത്രുക്കളായിരിക്കുന്ന പാഖണ്ഡിനഃ ഭവന്തു. പാഖണ്ഡികൾ എന്ന് പറഞ്ഞാല് പാഖണ്ഡന്മാർ, പാഷണ്ഡന്മാർ എന്നൊക്കെ പറയും. വേദവിരുദ്ധന്മാർ, വേദബാഹ്യന്മാർ, വേദധർമ്മങ്ങളെ എതിർക്കുന്നവർ, അങ്ങനെയുള്ളവരെയാണ് പാഖണ്ഡികൾ എന്ന് പറയുക. അവർക്ക് വേദം കേട്ടാൽ ദേഷ്യം വരും, അതിനെ നിന്ദിക്കും. അങ്ങനെയുള്ള കൂട്ടരായി ഭവിക്കട്ടെ. വേദശാസ്ത്രങ്ങളിൽ പറയുന്ന
സന്മാർഗങ്ങളെ വിരോധിക്കുന്ന പാഖണ്ഡമതവാദികളായി തീരട്ടെ, വേദവിരുദ്ധരായി തീരട്ടെ എന്നൊക്കെ താല്പര്യം. നമ്മുടെ തമിഴ്നാട്ടിലെ ഈ ദ്രാവിഡ കൾച്ചർ തന്നെ അങ്ങനെ വന്നു ചേർന്നതാണ്. ദ്രാവിഡ മുന്നേറ്റ കഴകം, മറ്റേ ഒറിജിനൽ ദ്രാവിഡ സംസ്കാരത്തെ അല്ല പറയുന്നവിടെ, ഇപ്പുണ്ടായ മോഡേൺ ദ്രാവിഡ മുന്നേറ്റ കഴകവും അതിൻ്റെ തന്നെ മറ്റൊരു വിഭാഗമായ ആൾ ഇന്ത്യ ദ്രാവിഡ മുന്നേറ്റ കഴകവും. DMK സ്പ്ലിറ്റായിട്ടാണ് AIDMK ഉണ്ടായത്. അവരുടെയൊക്കെ തത്വശാസ്ത്രം വേദവിരുദ്ധമാണ്. അപ്പോൾ അവർ തത്വം അറിയാതെ അവരുടെ പൂർവികര് ഈശ്വരാരാധന ചെയ്തവരായിരുന്നു. തത്വം അറിയാതെ ചെയ്തവർ ശിവഭക്തന്മാരായിരുന്നു. തമിഴ്നാട്ടിൽ ഏറ്റവും അധികമുള്ളത് ശിവക്ഷേത്രങ്ങളാണ്. ഇപ്പം എല്ലാം ജീർണിച്ച് പൊളിഞ്ഞ് തകർന്നടിഞ്ഞ് ഇരിക്കുന്നതായിട്ടുള്ള അവസ്ഥയാണ് പലയിടത്തും. വലിയ വലിയ ക്ഷേത്രങ്ങൾ മാത്രം നിലനിർത്തപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി 10 മടങ്ങ് 10 ഇരട്ടി ക്ഷേത്രങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? അവരുടെ യഥാർത്ഥ തത്വമറിയാതെ ഒരുതരം കൾട്ടായി മാറി അവരുടെ ഭക്തി. മറ്റുള്ളവരോടൊക്കെ ദ്വേഷവും ശത്രുതയും ഒക്കെ വെച്ച് പുലർത്തിക്കൊണ്ടും യഥാർത്ഥ ശാസ്ത്രമറിയാതെ മൂഢന്മാരായി വെറും ഒരു അനുകരണ പ്രിയന്മാർ മാത്രമായി തീർന്നു. അങ്ങനെയുള്ളവരുടെ അവശിഷ്ടങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ അതുപോലെ നമ്മുടെ വടക്കേന്ത്യയിലും മറ്റുമൊക്കെ ശിവഭക്തന്മാരെന്ന് ഉള്ളതായിട്ടുള്ള ആളുകൾ അഘോരികളെന്നും അല്ലെങ്കിൽ അതുപോലെയുള്ളതായിട്ടുള്ള പലതരം സംസ്കാരങ്ങളുള്ള ആളുകളുണ്ട്. വനങ്ങളിലും മറ്റുമൊക്കെ വസിക്കുന്നവർ, ശവം വരെ ഭക്ഷിക്കുന്നതായിട്ടുള്ള വ്രതങ്ങളോടുകൂടിയവർ, ശ്മശാനത്തിൽ വസിക്കുന്നവര്, നഗ്നരായി നടക്കുന്നവര് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കൂട്ടരുണ്ട്. അവരിൽ എത്ര പേര് ശാസ്ത്രങ്ങൾ പഠിച്ചവരുണ്ട്, അതിൻ്റെ തത്വം അറിഞ്ഞവരുണ്ട് എന്ന് നോക്കിയാൽ വളരെ ചുരുക്കമേ കാണുള്ളൂ. അപ്പം അങ്ങനെ ആയിത്തീർന്നു കാലം കൊണ്ട്. അപ്പം അവരെയാണ് ഇങ്ങനെ തത്വമറിയാതെ ശിവതത്വമറിയാതെ ശിവനെ ഭജിക്കുന്നവരായി അധപ്പതിച്ചവർ. അതാണ് ഇവിടെ പറയുന്നത്. ഭവവ്രതധരാ യേച്ച താൻ സമനുവ്രതാഹ പാഖണ്ഡിനസ്തേ ഭവന്തു സച്ഛാസ്ത്ര പരിപന്തിനഃ. സച്ഛാസ്ത്രത്തിന്റെ ശത്രുക്കളായി പാഖണ്ഡികളായി ഭവിക്കട്ടെ ശിവഭക്തന്മാർ എന്നൊക്കെ ഈ ഭൃഗു ശപിച്ചു. നഷ്ടശൗചാ മൂഢധിയോ ജടാഭസ്മാസ്ഥിതാരിണഃ വിശന്തു ശിവദീക്ഷായാം യത്ര ദൈവം സുരാസവം. നഷ്ടശൗചാഹ ശുചിയില്ലാത്തവരായിട്ട്, ദേഹത്തിന് വൃത്തിയൊന്നുമില്ലാത്തവരായിട്ട്, മൂഢധിയ മോഹിച്ച ബുദ്ധിയോടുകൂടി വകതിരിവില്ലാത്തവരായിട്ട്, ജടാഭസ്മ അസ്ഥിധാരിണഃ ജടകൾ, ഭസ്മം, അസ്ഥികൾ എന്നിവ ശരീരത്തിൽ ധരിച്ചുകൊണ്ടും, ശിവദീക്ഷായാം വിശന്തു ശിവദീക്ഷ എന്ന വ്രതത്തിൽ പ്രവേശിക്കട്ടെ, യത്ര സുരാസവം ദൈവം യാതൊന്നിലാണോ സുരയും ആസവവും ദൈവമായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്നത്. അപ്പോൾ ചില വള്ളികളിൽ നിന്നും മറ്റൊക്കെ പിഴിഞ്ഞെടുക്കുന്ന പൈഷ്ടി എന്ന് പറയുന്നതാണ് സുര എന്ന് പറയുന്ന മദ്യം. പേഷണം ചെയ്തെടുക്കുന്നത് പൈഷ്ടി. അതുപോലെ തെങ്ങ്, പന എന്നിവയിൽ നിന്ന് എടുക്കുന്നത് ആസവം. കള്ള് മുതലായിട്ടുള്ളത് ആസവം. അപ്പോൾ പഴങ്ങളിൽ നിന്നും അതിൻ്റെ ചാറൊക്കെ സംസ്കരിച്ചെടുക്കുന്നത് സുര. തേനിൽ നിന്നെടുക്കുന്നത് സുര. വള്ളി സോമലത എന്ന വള്ളിയിൽ നിന്നെടുക്കുന്നത് സുര അല്ലെങ്കിൽ സോമം. അത് അരച്ചെടുക്കുന്നതും ഊറ്റിയെടുക്കുന്നതും ഒക്കെയാണ്. മറ്റത് തെങ്ങിൽ നിന്നും പനയിൽ നിന്നും എടുക്കുന്നത് ആസവം. അതിൽ സംസ്കാരമൊന്നും കാര്യമായിട്ട് ആവശ്യമില്ല. അപ്പം ഇങ്ങനെയുള്ള സുരയും ആസവവും അവർക്ക് ശ്രേഷ്ഠമായതാകുന്നു.
ഈ വടക്കേ ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭാങ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, കഞ്ചാവ് പോലെ. അതിങ്ങനെ വലിച്ച് ഒരു പ്രത്യേക അനുഭൂതിയിൽ ആനന്ദത്തിലിരിക്കുന്ന ആളുകളെ കാണാം. ഭാങ് എന്നാണ് പറയുക. കഞ്ചാവ് പോലെയുള്ള ഒരു മരുന്നാണ്. അത് ഊതി പുകച്ചുകൊണ്ട് ഇരിക്കുന്നതായിട്ടുള്ള ആളുകൾ. അതിനുള്ള കപ്പാസിറ്റിയൊക്കെ അവർക്കുണ്ട്. അത് ആരെങ്കിലും സാധാരണക്കാർ പോയിട്ട് അവരുടെ നിന്ന് വാങ്ങിച്ച് വലിച്ചാൽ ബോധം കെട്ട് വീഴുകയും ചെയ്യും. അത്രയും ശക്തിയുള്ള സാധനങ്ങളൊക്കെ ഇതായിക്കൊണ്ട് പുകച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടരാണ് ഇങ്ങനെയുള്ള ചില ശൈവ ഭക്തന്മാർ. പ്രാകൃതമായിട്ടുള്ള ഭാവം, പാകണ്ഡ ഭാവം, അതൊന്നും എല്ലാവർക്കും അനുകരിക്കാൻ യോഗ്യമായിട്ടുള്ളത് അല്ല. അനുകരിക്കുന്നവർ അനുകരിക്കട്ടെ. എല്ലാ മാർഗങ്ങളിലും അനുകരിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഏത് മാർഗം പുതിയത് തുടങ്ങിയാലും അതിൻ്റെ പുറകെ കൂടാൻ ആൾക്കാരുണ്ട്. ജനങ്ങൾ പഴയത് കണ്ട് മടുത്തിട്ട് പുതിയത് ആരെങ്കിലും തുടങ്ങിയാൽ അതിൻ്റെ പുറകെ ഓടുകയായി. അപ്പം എല്ലായിടത്തും ഉണ്ട്. അനുകരണശീലന്മാരാണ് മനുഷ്യർ. ഇരിക്കട്ടെ, പോകുന്നവർ പോട്ടെ. ശ്രേഷ്ഠന്മാർക്കതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. വിവേകബുദ്ധിയുള്ളവർക്കതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. അപ്പോൾ ശിവവ്രതം എന്നുള്ള ഈ ഒരു ദീക്ഷ ധരിച്ചിരിക്കുന്നവർ ഇങ്ങനെ മദ്യപാനം ചെയ്യുന്നവരും മറ്റുമൊക്കെ ആയിട്ട് വേദങ്ങൾ പഠിക്കാനോ ശാസ്ത്രങ്ങൾ പഠിക്കാനോ ഒന്നും മെനക്കെടാതെ ഒരു ബുദ്ധിശക്തി ഇല്ലാത്തവരായി ജടാഭസ്മധാരികളായി ഇങ്ങനെ അലഞ്ഞു തിരിയുന്നവരായി തീരുന്നു എന്ന് ഭൃഗുവിന്റെ ശാപം. നഷ്ടശൗചാമൂഢതിയോ ജടാഭസ്മാസ്ഥിതാരിണ വിശന്തു ശിവദീക്ഷായാം യത്ര ദൈവം സുരാസവം ബ്രഹ്മച ബ്രാഹ്മണാംശ്ചൈവ യദ്യൂയം പരിനിന്ദത സേതും വിധാരണം പുംസാം അധഃ പാഗണ്ഡമാശ്രിതാഃ. ശാപത്തിന്റെ കാരണം പറയണം. യത് എന്തെന്നാൽ യൂയം പുംസാം വിധാരണം സേതും ബ്രഹ്മച ബ്രാഹ്മണാൻ ച പരിനിന്ദത. ഈ നന്ദികേശ്വരാദികളെ നോക്കി പറയണ, യൂയം നിങ്ങൾ പുംസാം വിധാരണം സേതും, മനുഷ്യന്മാരെ നിലനിർത്തുന്ന മര്യാദയായ അതിർത്തിയായ ധർമ്മമായിരിക്കുന്ന ബ്രഹ്മച ബ്രാഹ്മണാൻച, വേദത്തെയും ബ്രാഹ്മണരെയും പരിനിന്ദത, നിങ്ങൾ നിന്ദിച്ചു. തത് പാഗണ്ഡം ആശ്രിതാഹ, അതുകൊണ്ട് നിങ്ങൾ പാഗണ്ഡത്തെ ആശ്രയിച്ചവരാകുന്നു. അപ്പൊ സന്മാർഗത്തെ നിലനിർത്തുന്ന വേദങ്ങളെയും അത് നിലനിർത്താൻ സഹായിക്കുന്ന വൈദിക ജീവിതം നയിക്കുന്ന എല്ലാ ബ്രാഹ്മണരെയും നിങ്ങൾ നിന്ദിച്ചതുകൊണ്ട് നിങ്ങൾ പാഗണ്ഡത്തെ ആശ്രയിച്ചവരാകുന്നു, വേദവിരുദ്ധരാണെന്ന് ഞങ്ങൾ പറയുന്നു എന്ന് ഭൃഗുവിന്റെ ശാപം തുടർന്നതാണ്. ഏഷയേവ ഹി ലോകാനാം ശിവഃ പന്ഥാ സനാതനഃ യം പൂർവേ ച അനുസന്ധസ്തുഃ യത് പ്രമാണം ജനാർദ്ദനഃ. ഭൃഗു ഈ വൈദിക ധർമ്മത്തെ എടുത്തു പറയുകയാണ്. ഏഷയേവ, ഇതുതന്നെയാണ് ലോകാനാം ശിവഃ സനാതനഃ പന്ഥാ, ലോകങ്ങൾക്ക് മുഴുവൻ മംഗളകരമായതും സനാതനവുമായ പുരാതനം നിത്യനിരന്തരമായിട്ടുള്ള മാർഗം. ഏതാ ഈ വൈദിക മാർഗം? യം പൂർവേ ച അനുസന്ധസ്തുഃ, ഏതൊന്നിനെ പൂർവീകരായിട്ടുള്ളവരും അനുസരിച്ചിരിക്കുന്നു. യത് പ്രമാണം ജനാർദ്ദനഃ, ഏതൊന്നിന്റെ പ്രമാണമായി ഉപദേഷ്ടാവായി ആചാര്യനായി ജനാർദ്ദനനായ ഭഗവാൻ നാരായണൻ വിഷ്ണു, അജ്ഞാനത്തെ നശിപ്പിക്കുന്നവനായ ഭഗവാനാണ് ഈ വേദങ്ങളെയൊക്കെ ഉപദേശിച്ചത്. അപ്പൊ ഭഗവാൻ ഉപദേശിച്ച വൈദിക മാർഗത്തെ നിങ്ങൾ നിന്ദിച്ചു, അതനുഷ്ഠിക്കുന്ന ബ്രാഹ്മണരെ നിന്ദിച്ചു. അപ്പൊ അത് രണ്ടും ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഇത് രണ്ടിന്റെയും എക്സ്ട്രീമിലേക്ക് പോയവരെയാണ് ഇവിടെ നിന്ദിക്കുന്നത്. വൈദിക ധർമ്മത്തിന്റെ താല്പര്യം അറിഞ്ഞുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളൊക്കെ ഒരു ആവശ്യത്തിന് മര്യാദയ്ക്ക് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. അതിലുള്ള അഡിക്ഷനാണ് കുഴപ്പമാകുന്നത്. ഏത് കാര്യവും അമിതമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞതുപോലെ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സൽക്കർമ്മങ്ങളൊക്കെ ആവശ്യക്കാർക്ക് അനുഷ്ഠിക്കേണ്ടതാണ്. വർണ്ണാശ്രമധർമ്മം അനുസരിച്ച് ഓരോരുത്തർക്കും വേണ്ടതുപോലെ അനുഷ്ഠിക്കേണ്ടതാണ് വൈദിക ധർമ്മങ്ങൾ. എന്നാൽ അതിൽ ഭ്രമിച്ച് അത് തന്നെ
ആവശ്യമില്ലാത്തതും അമിതമായി ചെയ്തുകൊണ്ടിരുന്നാൽ അതൊരു ഭ്രാന്താണ്, അഡിക്ഷനാണ്. അതിൽ നിന്ന് കരകയറണം. അങ്ങനെ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുടെ കഥയാണ് പ്രാചീന ബർഹിസിന്റെ കഥ. 4ാമത്തെ കഥയായിട്ട് ഈ 4ാം സ്കന്ധത്തിൽ വരുന്ന പ്രാചീന ബർഹിസിന്റെ കഥ ഇങ്ങനെ ഓവർ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളുടെ കഥയാണ്. ദക്ഷനും പ്രാചീന ബർഹിസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലതാണ്. അപ്പൊ അതുപോലെ ആവരുത്. ആവശ്യത്തിന് അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുക, എന്നിട്ട് ആധ്യാത്മികമായി ഉയരാനായിക്കൊണ്ട് ശ്രമിക്കുക. ആധ്യാത്മികമായി ഉയരാനുള്ള ചവിട്ടുപടികളായി ഈ വൈദിക കർമ്മങ്ങളെ ഉപയോഗിക്കുക. അതാണ് വേണ്ടത്. പക്ഷെ അത് തന്നെയാണ് പരമം എന്ന് കരുതി അവിടെ തന്നെ ഇരുന്നാലോ, ചവിട്ടുപടിയിൽ തന്നെ ഇരുന്നാലോ നിങ്ങൾ ലക്ഷ്യത്തിൽ ഒരിക്കലും എത്തില്ല. ശബരിമലയിലെ 18ാം പടിക്കും ഉപരി ഭഗവാനെ കാണണമെങ്കിൽ ഒരു 3ാമത്തെ പടി കയറി അവിടെ തന്നെ ഇരുന്നാൽ എത്തുമോ? ഒരിക്കലും എത്തില്ല. അപ്പോൾ എത്തണമെങ്കിൽ മുകളിലേക്ക് പോകണം. ചവിട്ടുപടിയെ ചവിട്ടുപടിയായി കാണണം, ആവശ്യത്തിന് ഉപയോഗിക്കണം. അതുപോലെയാണ് വൈദിക ധർമ്മങ്ങളെല്ലാം. ഏഷ ഏവ ഹി ലോകാനാം ശിവഃ പന്ഥാ സനാതനഃ യം പൂർവേ ച അനുസന്ധസ്തു യത് പ്രമാണം ജനാർദ്ദനഃ തദ് ബ്രഹ്മ പരമം ശുദ്ധം സദാം വത്മ സനാതനം വിഗർഹ്യ യാതപാഖണ്ഡം ദൈവം വോ യത്ര ഭൂതരാട്. പരമം ശുദ്ധം സദാം സനാതനം വർമ്മ തദ് ബ്രഹ്മ വിഗർഹ്യ വഹ ഭൂതരാട്. അപ്പോ പരമം ശുദ്ധം, ഏറ്റവും അത്യന്തം ഉത്കൃഷ്ടവും ശുദ്ധവുമായിരുന്ന സദാം സനാതനം വർമ്മ, സജ്ജനങ്ങളുടെ ശ്രേഷ്ഠമായ സനാതനമായ മാർഗം, തദ് ബ്രഹ്മ, ആ വേദമാർഗത്തെ വിഗർഹ്യ, നിന്ദിച്ചിട്ട്, വഹ ഭൂതരാട്ട്, നിങ്ങളുടെ ഭൂതപതിയായ രാജാവ് മഹാദേവൻ നിന്ദിച്ചു. അതുകൊണ്ട് പാഖണ്ഡം യാത, നിങ്ങൾ പാഖണ്ഡതയെ പ്രാപിക്കുവിൻ. അപ്പൊ നിങ്ങളുടെ മഹാദേവൻ വൈദിക മാർഗങ്ങളെ നിന്ദിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുയായികളായിട്ടുള്ള നിങ്ങൾ പാഖണ്ഡ ഭാവത്തെ പ്രാപിക്കുവിൻ, വേദവിരുദ്ധ ഭാവത്തെ പ്രാപിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ശാപം അവസാനിപ്പിച്ചു. ആരുടെ? ഭൃഗുവിന്റെ ശാപം. അപ്പൊ ഭൃഗു എന്ന് പറയുന്നത് ഇവിടെ പുരോഹിതന്മാരുടെ പ്രതീകമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നന്ദികേശ്വരന്റെ ശാപത്തിന് പ്രതിശാപമായിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ വൈഷ്ണവ ശൈവ ഒരു 2 കൾട്ടുകൾ രൂപപ്പെടുകയാണ് ഇവിടെ. വൈഷ്ണവ കൾട്ട്, ശൈവ കൾട്ട്, ഇങ്ങനെയുള്ള 2 കൾട്ടുകൾ രൂപപ്പെട്ടതായിട്ട് കണ്ടു. ഇനി ഒരു 3 ശ്ലോകം കൂടി ഉണ്ട്, അത് നാളെ കാണാം. നാളെ തുടരാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.